ഓക്കെ, റെക്കോർഡിംഗ് ആണ്. കണ്ണി ചോരയില്ലാത്ത രണ്ട് ജന്തുക്കൾ. മനുഷ്യനാണോടോ താനൊക്കെ? കണ്ണ് ചോരയില്ലാത്ത മറയ്ക്കാൻ വേണ്ടിട്ട് കണ്ണട ഇട്ട് വന്നത്. അതെ, കണ്ണിൽ ചോരയില്ലാത്ത രണ്ട് ജന്തുക്കൾ. അപ്പോഴെങ്ങനെ ഗാസയിലെ ജനോസൈഡിനെ കുറിച്ച് നമുക്ക് രണ്ട് വാക്കുകൾ പറയുകയല്ലേ? അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് ജനസൈഡ് ഉണ്ടോ ഇല്ലേ ഉണ്ടില്ലേ എന്നതാണ്. ഞാനൊരു വെല്ലുവിളി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞായിരുന്നു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇതല്ലേ വെല്ലുവിളി? അതെ, വെല്ലുവിളി. അപ്പം എന്താ ഉണ്ടായത് ആരിഫ്? എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്? ഹൗ ഡിഡ് വി ഗെറ്റ് ഹിയർ? അതായത് ആഗോളതലത്തിൽ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യം, ഗാസയിൽ ജനോസൈഡ് നടക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ഒരു എന്താ പറയുക, ഒരു സ്ലോഗൻ അവിടെ നമ്മൾ കാണുകയാണ്. എന്നാൽ ഇതിന് തെളിവ് വെച്ചുകൊണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്നതാണ് ഇതിൻ്റെ കണക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഡേറ്റ വെച്ചുകൊണ്ട് അത് സ്ഥാപിക്കുന്നത് നമുക്ക് എവിടെ കാണാനുമില്ല. എന്നാൽ ആളുകൾ മുഴുവൻ ജനോസൈഡ് എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുമ്പോൾ തെളിവ് നമ്മൾ ചോദിക്കുമ്പോൾ അവർ കൊണ്ടിട്ട് തരുന്നത് മുഴുവൻ കുറേ ചിത്രങ്ങൾ. ആ ചിത്രത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ്, അത് അസുഖം ബാധിച്ച് മരിച്ച ആളുകൾ, അതല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അങ്ങനെ. പിന്നെ അതോടൊപ്പം തന്നെ അവിടെ ഹമാസിൻ്റെ സൈനികരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകൾ, അവർ ഭക്ഷണം ലൂട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ്, അതിൻ്റെ വാർത്തകൾ, അവർ തുരങ്കത്തിലിരുന്നു കൊണ്ട് സുഭിക്ഷമായിട്ടിരുന്ന് കഴിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ, അങ്ങനെ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഈ ജനോസൈഡ് എന്ന് പറയുന്ന സംഗതി ഒരു വശത്ത് പറയുകയും എന്നാൽ അതിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള കണക്കോ എന്തെങ്കിലും വാർത്തകളോ പുറത്തേക്ക് ഇല്ലാതെ ചില ആളുകളുടെ ഒപ്പീനിയൻ, അതല്ലെങ്കിൽ ചില സ്ക്യൂഡായിട്ടുള്ള ചില വാദങ്ങൾ, അതുപോലെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊന്നും അല്ലാതെ ഒരു സംഗതി ഒരാൾക്കും മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് നമ്മളുടെ ടോമിയും അഭിലാഷും തമ്മിലൊരു സംവാദം നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. വളരെ ഇമോട്ടീവായിട്ടുള്ളൊരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ആ സംവാദത്തിൽ നിന്ന് അഭിലാഷിൻ്റെ പ്രസംഗം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും അഭിലാഷിന് കൈയടിച്ചു പോവും. അതോടൊപ്പം തന്നെ വല്ലാതെ ചോര തളിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ആളുകളായിട്ട് മാറുകയും ചെയ്യും. ജനോസൈഡ് ഉണ്ട് എന്നുള്ളത് അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുക. പക്ഷേ അതിൻ്റെ വസ്തുതകൾ ആരും തന്നെ അറിയാൻ ശ്രമിക്കാറില്ല. കാരണം അഭിലാഷ് അവിടെ പറഞ്ഞ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു 90% കാര്യങ്ങളും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ, ഡാറ്റ കൊണ്ട് തന്നെ പിന്നീട് അതിനെ പത്രങ്ങൾ പോലും തിരുത്തിയ സംഗതികളാണ് അഭിലാഷ് അവിടെ പറയുണ്ടായി. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ വെല്ലുവിളി വെക്കുന്നത്. ഇനിയെങ്കിലും അഭിലാഷിന് പറ്റുമെങ്കിൽ അഭിലാഷിനെങ്കിലും ഈ പറയുന്ന ജനോസൈഡ് ഉണ്ടെന്നുള്ളതൊന്ന് തെളിയിക്കും. അങ്ങനെ തെളിയിച്ചാൽ അതിന് 1,00,000 രൂപ സമ്മാനം. എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു എമൗണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വെറുതെ നമ്മൾ കോടിക്കണക്കിന് രൂപ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് മുങ്ങും എന്നൊരു തോന്നൽ വേണ്ട. എപ്പോഴാണോ തെളിവ് കൊണ്ട് ഇട്ട് പബ്ലിഷ് ചെയ്ത് ഇത് ഇന്നതാണ് തെളിവ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് കാശ് നമ്മൾ കൊടുക്കും. ഇതാണ് നമ്മളവിടെ വെച്ച വെല്ലുവിളി. അത് ഒരാഴ്ചത്തേക്കാണ് നമ്മൾ വെച്ചത്. ഓരോ ദിവസവും വെല്ലുവിളി നമ്മൾ പുതുക്കിക്കൊണ്ടിരുന്നു. ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. ഏറ്റെടുത്ത 1-2 പേര് ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വന്നതല്ലാതെ പിന്നീട് അവരുടെ ഒരു പൂട പോലും കാണാനില്ല എന്ന അവസ്ഥയിലേക്കാണ് വന്നത്. കാരണം അവർ പിന്നെ നമ്മുടെ പിന്നാലെ നടക്കുമായിരുന്നു. തെളിവ് എവിടുന്ന് കിട്ടും, അതല്ലെങ്കിൽ ഇത് നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ പിന്നാലെ. ഈ തെളിവ് എവിടുന്ന് കിട്ടും, അതല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ തെളിവ് കിട്ടുന്ന സ്ഥലത്ത് എനിക്കങ്ങ് പോയി എടുത്തു കഴിഞ്ഞാൽ ജനോസൈഡ് ഉണ്ടെന്ന് എനിക്കങ്ങ് സമ്മതിച്ചാൽ പോരെ. അത് പിന്നെ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അവർ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിൽ 1,00,000 രൂപ അവർക്ക് കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ ഞാൻ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ആദ്യമേ അത് എനിക്ക് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള ഉടായ്പകളായിട്ടാണ് പിന്നെ ഈ ആളുകൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ 7 ദിവസം നമ്മൾ പുതുക്കിയിട്ടിട്ടും അവസാനത്തെ ദിവസം ഒരു ദിവസം ബാക്കി നിൽക്കുക 2,00,000 ഉയർത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ ദിവസം 5,00,000 രൂപ കൊടുക്കാമെന്ന് വരെ പറഞ്ഞു. എന്നിട്ടും ഒരാൾ പോലും ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോഴും ചില ആളുകൾ ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന പോസ്റ്റൊക്കെ ഇട്ട് ആ വെല്ലുവിളിച്ചവൻ വെല്ലുവിളിയുടെ അത് ഏറ്റെടുത്തിട്ട് അതിൽ തെളിവ് കൊണ്ടുവരുന്നതിന് പകരം വെല്ലുവിളിച്ചവനെ അങ്ങ് മോശമാക്കുക. മനുഷ്യത്വമുള്ളവൻ ആരെങ്കിലും ഇങ്ങനെ വെല്ലുവിളിക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. എന്നാൽ പിന്നെ നിങ്ങൾ തെളിവിട്. അതെന്താ അവർക്ക് ചെയ്യാൻ പറ്റാത്തത്? അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ചില ആളുകൾ ഇത് വെല്ലുവിളിയൊന്നും ഏറ്റെടുക്കുന്നില്ല, പക്ഷേ അവരെവിടെ നിന്നൊക്കെയോ തപ്പി അവർ അന്വേഷണം നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില റിപ്പോർട്ടുകൾ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആംനസ്റ്റി റിപ്പോർട്ട് പ്രധാനമായിട്ട് അവർ മുന്നോട്ട് വെച്ചത്. അത് കോട്ട് ചെയ്തുകൊണ്ട് മറ്റു പല ആളുകളും പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നലെ ഇപ്പോൾ 2 ദിവസം 22-ാം തീയതി 23-ാം തീയതി ആയിട്ട് IPCയുടെ ഒരു ഫാമിൻ ഒരു റിപ്പോർട്ട് ഗാസയിൽ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അത് ഫാമിൻ റിപ്പോർട്ടാണ്.
അത് ക്ലാസിഫിക്കേഷനാണ് നടത്തിയിരിക്കുന്നത് ഫാമിൻ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ. അത് ജനോസൈഡ് ഉണ്ട് എന്നുള്ളതല്ല അവരവിടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്ന് ഫാമിൻ ഈസ് കൺഫേംഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഫാമിൻ്റെ റിപ്പോർട്ട് നമുക്ക് വേറെ പരിശോധിക്കാം. അത് നമ്മളൊരു കത്ത് ഓൾറെഡി അവർക്ക് എഴുതി അയച്ചിട്ടുണ്ട്, എന്താണ് ആ റിപ്പോർട്ടിലെ പ്രശ്നം എന്നുള്ളത്. അതിനു മുന്നേ നമുക്ക് ഈ ആംനസ്റ്റി റിപ്പോർട്ട്, അത് ജനോസൈഡ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ സത്യത്തിൽ എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. ആ പണി ഇന്ന് നമ്മളുടെ പിങ്ക് യൂണിക്കോൺ ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. വെൽക്കം പിങ്ക് യൂണിക്കോൺ. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്, കാരണം ഞാൻ ഇതിന്റെ ലൈറ്റ് സാധനങ്ങളാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇസ്ലാമിലെ സ്ത്രീ, ഇതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റാർ രാഹുൽ ഈശ്വർ, ഇതുമാതിരി ഹെവി ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം പുരുഷു എന്നെ അനുഗ്രഹിക്കണം, പുരുഷു എന്നെ അനുഗ്രഹിക്കണം. അതെ, പിന്നെ എങ്ങനെ തോന്നുന്നു ഇതിനു വേണ്ടി പിന്നാലെ നടന്നപ്പോൾ? എന്താ തോന്നിയത്? ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വന്നായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് ആർക്ക് വേണേലും സഞ്ചരിച്ചൂടെ? ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം. കുറച്ച് സമയം, കുറച്ച് മെനക്കെടണം. നമുക്ക് അതിന്റെ പ്രോസസ്സും ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാലോ. അപ്പൊ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയണം. ആരിഫ് ഇതിന്റെ ഈ റിപ്പോർട്ടിന്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്തു. ഞാൻ ആ ക്രിട്ടിക്കൽ അനാലിസിസിനെ ഒന്ന് ക്രിട്ടിക്കൽ അനലൈസ് ചെയ്തു. അതാണ് മൊത്തത്തിലാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. പിന്നെ ഈ വെല്ലുവിളി വെച്ചപ്പോ വേറെ ചില പ്രതിഭാസങ്ങൾ ഉണ്ടായി. അതായത് ചില വാക്കുകളുടെ കിളികൾ പറന്നു പോവുകയും അങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങൾ ഉണ്ടായി. ഈ കാർട്ടൂണിനെ കാർഡ് എടുക്കുന്നത്, പിന്നെ ഈ കാർട്ടൂണിനെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയുള്ള മറ്റു കാർട്ടൂണുകളുമായി സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തീർത്തും കോയിൻസിഡൻഷ്യലാണ്, യാദൃശ്ചികമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. കാർഡ് എടുക്കുന്ന മുതലാളി കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മുതലാളിമാര് മനുഷ്യത്വമില്ലാത്തൊരു ചാനലൊന്നും അവര് കാണാറില്ല ആരും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി, ഇത് ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ ഇട്ടത്. പിന്നെ ഇതെന്തായാലും ഈ വിമർശനം വരും. അപ്പൊ ഞാൻ ആദ്യം തന്നെ അത് പറയാണ്. ഇസ്രായേൽ ചെയ്യുന്ന എല്ലാം ഒന്നും ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. അവര് പല പ്രശ്നങ്ങളും വരുത്തുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റെയർ കേസിനെ ലക്ഷ്യമാക്കി അവരൊരു അറ്റാക്ക് ചെയ്യുകയും കുറച്ച് ജേർണലിസ്റ്റുകളും മരിച്ചു, ഹമാസ് ഓപ്പറേറ്റീവ്സും മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മളിപ്പോ ചെയ്യുന്നത് ഇത് ജനസൈഡ് ആണോ അല്ലേ, ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഇത് പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ ഇസ്രായേൽ ചെയ്യുന്ന എല്ലാം വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തിലുള്ള ഒരു പ്രസന്റേഷൻ അല്ല. അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. അപ്പൊ അത് പറഞ്ഞു വരണ്ട. ഇതില് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാം. അപ്പം ഇതാണ് ആ റിപ്പോർട്ട്, ഇതാണ് ആ രേഖ. യു ഫീൽ ലൈക്ക് യു ആർ എ സബ് ഹ്യൂമൻ, ഇസ്രായേൽസ് ജനസൈഡ് അഗൈൻസ്റ്റ് പാലസ്തീനിയൻസ് ഇൻ ഗാസ. അതില്ല. പിന്നെ ഈ റിപ്പോർട്ടിനെ പറ്റി ഒറ്റ വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണേ, ഒറ്റ സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, ഈ റിപ്പോർട്ടിന്റെ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം. എന്തിനേറെ പറയുന്നു, അങ്ങനെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഈ റിപ്പോർട്ട്. നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ആദ്യം നമുക്ക് ജനസൈഡ് എന്താണെന്നൊന്ന് പരിശോധിക്കാം. ജനസൈഡ്, വംശഹത്യ, അതങ്ങനെ വെറുതെ ലൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേം അല്ല. അതിനൊരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട്. ആ പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗ്രാവിറ്റി ഉണ്ട്. എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ആംനസ്റ്റി എങ്ങനെയാണ് ജനസൈഡിനെ ഫ്രെയിം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റിപ്പോർട്ടിലുള്ള ചില പ്രശ്നങ്ങൾ, ആരിഫ് ഇത് മുഴുവൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും, കുറെ പ്രശ്നങ്ങളുണ്ട്. അതിലുള്ള ചില പ്രശ്നങ്ങൾ സമയപരിമിതി മൂലം ചിലത് മാത്രം എടുത്ത് പരിശോധിക്കാം. ഇന്നത്തെ സ്റ്റഡി ക്ലാസ് അതാണ്. അപ്പം ഉത്തമൻ എന്താ പറയാനുള്ളത്? അതുപോലെ തീർച്ചയായിട്ടും വളരെ സ്ട്രക്ചർഡ് ആണ്. സോ ഫാർ സോ ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ജനസൈഡ് എന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കാം. ഓക്കെ, ഇത് ജനസൈഡ് കൺവെൻഷൻ പ്രകാരം അതിന്റെ ആർട്ടിക്കിൾ 2, I think 1948 തോന്നുന്നു ഇത് ഉണ്ടായത്. അപ്പൊ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എനി ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് കമ്മിറ്റഡ് വിത്ത് ഇന്റന്റ് ടു ഡിസ്ട്രോയ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് എ നാഷണൽ, എത്നിക്കൽ, റേഷ്യൽ ഓർ റിലീജിയസ് ഗ്രൂപ്പ് ആസ് സച്ച്. അപ്പൊ ഇതില് ബോൾഡാക്കി എഴുതിയിരിക്കുന്ന ഭാഗം, ആ മുദ്ര പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്മിറ്റഡ് വിത്ത് ഇന്റന്റ് ടു ഡിസ്ട്രോയ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരും ആരിഫ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ ആ 5 ആക്ട്സ് എന്തൊക്കെയാണ്? ഇത് വായിക്കണോ? ചുമ്മാ വായിച്ചു പോവാം.
5 ആക്ട്സ് ആണ് കില്ലിംഗ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്. ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ളവരെ ടാർഗറ്റ് ചെയ്ത് അവരെ വധിക്കുക. കോസിങ് സീരിയസ് ബോഡ്ലി മെന്റൽ ഹാം. കൊന്നിട്ടില്ലെങ്കിലും അവർക്ക് സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുക, ശാരീരികവും മാനസികവും ആയിട്ടുള്ള. പിന്നെ ഡെലിബറേറ്റ്ലി ഇൻഫ്ലിക്റ്റിംഗ് കണ്ടീഷൻസ് സോ ദാറ്റ് ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഫിസിക്കൽ ഡിസ്ട്രക്ഷൻസ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹാം ഉണ്ടാക്കാനുള്ള കണ്ടീഷൻസ് വേണമെന്ന് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇമ്പോസിങ് മെഷേഴ്സ് ടു പ്രിവെന്റ് ബർത്ത് വിതിൻ എ ഗ്രൂപ്പ്. അതായത് സ്ത്രീകളെ മൊത്തം മാറ്റുക അല്ലെങ്കിൽ പുരുഷന്മാരെ മാറ്റുക, അങ്ങനെ അവരുടെ ബർത്ത് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാം. പിന്നെ ഫോഴ്സിബിളി ട്രാൻസ്ഫറിങ് ചിൽഡ്രൻ ഓഫ് എ ഗ്രൂപ്പ് ടു അനദർ ഗ്രൂപ്പ്. കിഡ്സിനെ പിക്ക് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ, എന്നിട്ട് അവർ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റുക. ഈ 5 ആക്ട്സ് ഇത് എല്ലാം ചെയ്യണമെന്നൊന്നുമില്ല, ഇതിൽ ഏതെങ്കിലും ചെയ്താലും മതി. പക്ഷെ അത് ഹാസ് ടു ബി ഡൺ വിത്ത് ഇന്റന്റ്. അതാണ് അവിടെ കീ. ഓക്കെ, ഇതിലെന്താ പറയാനുള്ളത്? ഇല്ല, മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു 296 പേജുള്ള റിപ്പോർട്ടാണ്. നിങ്ങളത് വായിക്കുക. ഇതിനെതിരെ നമുക്കെതിരെ ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വായിക്കുക. നമ്മൾ പെട്ടെന്ന് ഇതൊന്ന് പറയാം, മൊത്തമില്ല, ജസ്റ്റ് ഇതിന്റെ ഒരു തീം പറയാം. ഈ റിപ്പോർട്ടിൽ ഇവർ പറയുന്നത് tens of thousands of children മരിച്ചിട്ടുണ്ട് ആസ് പാർട്ട് ഓഫ് ദ ഇസ്രായേൽസ് ഒഫെൻസീവ് അഗേൻസ്റ്റ് ഗാസ. പിന്നെ അവർ 15 എയർ സ്ട്രൈക്സ് ആണ് റിവ്യൂ ചെയ്തത്. എന്നിട്ട് അതിൽ 334 ആൾക്കാർ മരിച്ചത് സിവിലിയൻസ് ആയിരുന്നു. പിന്നെ ഈ അറ്റാക്സ് ഒക്കെ നടത്തിയത് വളരെ വലിയ US സപ്ലൈഡ് ബോംബ്സ് വെച്ചിട്ട് റെസിഡൻഷ്യൽ ഏരിയാസ് ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്തത്. വിത്തൗട്ട് വാർണിംഗ്സ് എന്നാണ് കണ്ടെത്തിയത് ഇവര്. പിന്നെ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ ഒക്കെ അവർ ഡിസ്റിഗാർഡ് ചെയ്തു എന്നും ഇവർ പറയുന്നുണ്ട്. പിന്നെ ഈ ഡിസ്ട്രക്റ്റീവ് ലിവിങ് കണ്ടീഷൻ, മറ്റേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ ജനസൈഡിന്റെ, അതും അവർ പറയുന്നത് ഹോംസും ഹോസ്പിറ്റൽസ് ഒക്കെ തകർക്കുന്നുണ്ട്, അവരുടെ കുടിവെള്ളവും ഫുഡിനെയും എഫക്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു, ഗാസയിലുള്ള ആൾക്കാരെ 90% മാറ്റി പാർപ്പിക്കുന്നു. പിന്നെ ഫാമിലി ലൈക്ക് കണ്ടീഷൻസ് ഉണ്ട്, ചിൽഡ്രൻ മാൽനറിഷ്ഡ് ആണ്, അവർ അൺസേഫ് ആയിട്ടുള്ള സോൺസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ എയ്ഡ് വേണമെന്ന് വെച്ചിട്ട് മനഃപൂർവ്വമായിട്ട് ഒബ്സ്ട്രക്ട് ചെയ്യാം. UN-ഉം ICJ-യും വാർണിംഗ് കൊടുത്തതിന് ശേഷവും മാറ്റങ്ങൾ വരുത്താതിരിക്കുക. പിന്നെ പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും അത് ഡിസ്റിഗാർഡ് ചെയ്യുക. റാഫ ക്രോസിംഗ് ഒക്കെ ബ്ലോക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇസ്രായേൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇന്റന്റ് ഇവരെങ്ങനെയാ പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിലുള്ള പൊളിറ്റിക്കൽ ഫിഗേഴ്സ് പോലുള്ള ആളുകൾ പല വേദികളിൽ പറഞ്ഞ പ്രസംഗങ്ങൾ എടുത്തിട്ട് അതിൽ നിന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് ആ നെറേറ്റീവ് ആണ് ഇന്റന്റ്. അങ്ങനെ അവർ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചത് കാരണം ആ രാജ്യത്തിന് പാലസ്തീനിയൻസ് ആ ഒരു എത്നിസിറ്റിനെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ഇന്റന്റ് ഉണ്ടെന്നാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് റെക്കമെൻഡേഷൻസും വരുത്തുന്നുണ്ട്. ഇസ്രായേലി അതോറിറ്റീസിനോട് ഇപ്പൊ നടത്തുന്ന അറ്റാക്സ് നിർത്തണം, ഹമാസിനോട് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യണം, ICC ICJ-നോട് ലീഗൽ ആക്ഷൻസ് എടുക്കാനും പറയുന്നുണ്ട്. പിന്നെ തേർഡ് പാർട്ടി സ്റ്റേറ്റ്സ്, US മുതലായുള്ള സ്റ്റേറ്റ്സിനോട് ഇസ്രായേലിന് ആംസ് ഒന്നും സപ്ലൈ ചെയ്യരുത്, സാങ്ഷൻസ് ഏർപ്പെടുത്തണം ഇത്യാദിയായിട്ടുള്ള റെക്കമെൻഡേഷൻസും ആംനസ്റ്റി നടത്തുന്നുണ്ട്. ഇത് ചുരുക്കി പറഞ്ഞതാണ്. ഇതാണ് ഈ റിപ്പോർട്ട് ആകെ തുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അനാലിസിസിലേക്ക് പോവാം അല്ലെ? ക്രിട്ടിക്കൽ അനാലിസിസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ മുഴുവനും നമ്മൾ എടുത്തിട്ടില്ല. 4 മെയിൻ പ്രോബ്ലംസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഭാഗം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ വെല്ലുവിളി വെച്ചപ്പോൾ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ മാനദണ്ഡം പറയൂ, നിങ്ങൾ തെളിവ് എവിടെ നിന്ന് എടുക്കുമെന്ന് പറയൂ. ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച് പിന്നാലെ നടന്ന ആളുകളോട് നമ്മൾ പറഞ്ഞ ഒരു ഉത്തരം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് എനിക്ക് എടുത്താൽ മതി എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്നാലും മറ്റൊരു ഉത്തരം കൂടി നമ്മൾ അവർക്ക് കൊടുത്തിരുന്നു. ആ ഉത്തരം എന്താണ്? അതായത് ഒരു സംഗതി, ഇപ്പോൾ ഇതേപോലെ ആംനസ്റ്റി എവിടെ നിന്നാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്, അവർക്ക് എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു വാർത്ത കൊടുക്കുന്നു, എന്നിട്ട് അത് തിരുത്തുന്നു. അപ്പോൾ തിരുത്താൻ വേണ്ടിയിട്ട് അവരെവിടെ നിന്നാണ് ഈ വാർത്ത അവർ രണ്ടാമതെടുത്തത്, അത് നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് നമ്മൾ കൊടുത്ത ഒരു ക്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. ഇപ്പോൾ സപ്പോസ് ഈ പറയുന്ന ആംനസ്റ്റി റിപ്പോർട്ട് നമ്മൾ ഈ വെല്ലുവിളി വെച്ചപ്പോൾ നിങ്ങളാണ് ഇതേപോലെ എഴുതി അല്ലെങ്കിൽ ഇതേപോലെ തെളിവുകളൊക്കെ ക്രോഡീകരിച്ച് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അനാലിസിസ് നടത്തുന്നത്? ഇതാണ് നിങ്ങളിവിടെ കാണാം. ഇതെന്താണ് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കൽ റിസർച്ച് മേഖലയിലുള്ള ആളായതുകൊണ്ട് നമ്മൾ പറയുകയാണ്,
സാധാരണ ഇത്തരം റിപ്പോർട്ടുകൾ റിസർച്ച് നടത്തുന്നു അല്ലെങ്കിൽ ഒരു പഠനം നടത്തിയിട്ട് ഒരു സംഗതി നിങ്ങൾ ഇതുപോലെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി എന്തെങ്കിലും അങ്ങ് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല മെഡിക്കൽ ഫീൽഡിൽ. അവിടെ അത് ഒരു പീർ റിവ്യൂയിങ് എന്ന് പറയുന്നൊരു മേഖലയിലൂടെ കടന്നു പോയിട്ട് സമാനമായ മേഖലയിലുള്ള മറ്റ് എക്സ്പേർട്സ് അത് ഈ സംഗതി ഇപ്പോൾ നമ്മളുടെയൊക്കെ മുന്നിലേക്ക് ഈ പേപ്പർ റിവ്യൂവിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് വരും. നമ്മളത് വേണമെങ്കിൽ എടുക്കും, വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കും, റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഞാനൊക്കെ പേപ്പർ റിവ്യൂ ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ആളുകൾ വരും, ഇങ്ങനെ പേപ്പറുകൾ റാൻഡമായിട്ട് വരും. അപ്പോൾ നമ്മളത് വായിക്കുന്നു, എന്നിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നു, അത് നമ്മൾ അവിടെ നോട്ട് ചെയ്യുന്നു, തിരിച്ചയക്കുന്നു. അങ്ങനെ 4-5 റൗണ്ട് ഇതേപോലെ പീർ റിവ്യൂയിങ് നടക്കുകയാണ്. ഓരോ റൗണ്ടിലും 5-6 ആളുകൾ അല്ലെങ്കിൽ 10 ആളുകളൊക്കെയാണ് ഈ പീർ റിവ്യൂയിങ് നടത്തുന്നത്. എന്നിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് അത് ക്രോഡീകരിച്ച് ആ എഡിറ്റർ അവസാനം തീരുമാനിക്കുകയാണ്, ഓക്കെ ഇത് ഇറ്റ് ഈസ് വർത്തി ടു പബ്ലിഷ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ ടു പബ്ലിഷ്, ഇറ്റ്സ് വാലിഡേറ്റഡ്, ഇതിൽ എറേഴ്സ് ഇല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് ഇല്ല, അല്ലെങ്കിൽ മെത്തഡോളജിക്കൽ എറേഴ്സ് ഇല്ല. ഇങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മളൊക്കെ എത്ര തവണ പേപ്പറുകൾ മാറ്റേണ്ടി വരുന്നു, ചില പേപ്പർ പബ്ലിഷ് ആവില്ല, ഇറ്റ് ഈസ് നോട്ട് വർത്തി ടു പബ്ലിഷ് എന്ന് പറഞ്ഞ് തിരിച്ചയക്കും. ഇതാണ് സംഭവിക്കാറ്. പക്ഷേ ഈ പറയുന്ന ആംനസ്റ്റി റിപ്പോർട്ടായാലും ശരി, ഇപ്പോൾ നമ്മൾ IPC ഫാമിൻ റിപ്പോർട്ട് അതിലായാലും ശരി, ഇതിലൊന്നും ഈ പറയുന്ന ഈ പീർ റിവ്യൂയിങ് എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് അവരെഴുതുന്നു, അതിനകത്ത് വായി തോന്നിയതൊക്കെ വാരി വലിച്ച് എഴുതുന്നു, കുറേ പത്രവാർത്ത അവിടെ ഇവിടെ കുത്തിക്കയറ്റുന്നു, കുറേ പൊളിറ്റിക്കൽ റെട്ടറിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനകത്ത് കുത്തിക്കയറ്റുന്നു, എന്നിട്ട് അങ്ങ് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അവർ അവിടെ വെക്കുന്ന ഡാറ്റ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റെട്ടറിക്കോ അല്ലെങ്കിൽ അവർ വെക്കുന്ന ഈ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് പരിപാടികൾ, അതല്ല റെട്ടറിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ അവർ പറഞ്ഞോട്ടെ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഒരു സാധനം, ഒരു കൺക്ലൂഷൻ നിങ്ങൾ നടത്തുകയാണ്, ഫാമിൻ ഉണ്ട് എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണമെന്ന് അതിന് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. ജനോസൈഡ് ഉണ്ട് എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. അത് പാലിച്ചിട്ടുണ്ടോ ഇല്ലേ, ഇതേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇത് ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. അത് അറിയേണ്ട ആളുകൾ അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. യെസ്, പ്ലീസ് ഗോ അഹെഡ്. പിന്നെ ഇത് നമ്മള് ഈ വെല്ലുവിളി വെച്ചപ്പോഴും പലരും ഈ റിപ്പോർട്ട് എടുത്ത് തന്നിരുന്നല്ലോ. എന്നിട്ട് നമ്മൾക്കെതിരെ ഉന്നയിച്ച വിമർശനം എന്തായിരുന്നു? ഇത് ഇവരെടുക്കൂല, ഇത് ഇവര് പറയും ഇത് ഹമാസിന്റെ ആണ്, അതുകൊണ്ട് ഇവരെടുക്കൂല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ജസ്റ്റ് 2 സെക്കൻഡ് കൊണ്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്ത് അത് മാത്രം ഇത് ഹമാസിന്റെ നമ്മൾ എടുക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് നമ്മൾ അതല്ല ചെയ്യുന്നത്. നമ്മൾ അതിനെ മുകളിലേക്ക് എടുത്തിട്ട് ഇല്ല, അതൊരു പോയിന്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ അതുകൊണ്ടല്ല, ഞാൻ അടിവരയിട്ട് പറയാം, അതുകൊണ്ടല്ല നമ്മൾ ഇത് എടുക്കൂല എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആരിഫ് പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ബൈ പ്രോബ്ലം പോവാം. ആദ്യത്തെ പ്രോബ്ലം, റീഇന്റർപ്രറ്റിംഗ് ജെനോസൈഡ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ സാധനത്തിന്റെ ഡെഫിനിഷൻ തന്നെ അവരെടുത്തത് ശരിയാണോ അല്ലേ എന്നറിയണ്ടേ. അല്ലെങ്കിൽ പിന്നെ ഈ റിപ്പോർട്ട് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് വരില്ലേ. അപ്പം ആംനസ്റ്റി പറയുന്ന ജെനോസൈഡ് ആണോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറയുന്ന ജെനോസൈഡ്, അതാണോ ജെനോസൈഡ് കൺവെൻഷനിൽ അവർ ഡിഫൈൻ ചെയ്ത ജെനോസൈഡ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ. അപ്പൊ എന്താണ് ICJ പറഞ്ഞത്? ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവരാണ് ഇതിന്റെ ഡെഫിനിഷൻ ഉണ്ടാക്കിയത്. പിന്നെ മാത്രമല്ല ബോസ്നിയ വേഴ്സസ് സെർബിയ കേസാണ് ഇതിന്റെ പ്രിസിഡൻസ്. അപ്പം ആ കേസും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം 3 പോയിന്റ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ജനറൽ ഇന്റന്റ് ടു കോസ് ഹാർം ഇസ് ഇൻസഫിഷ്യന്റ്. ഓക്കെ, അപ്പം ഇതാ ബോസ്നിയ വേഴ്സസ് സെർബിയ 2007 ICJന്റെ ഡോക്യുമെന്റ് ഉണ്ട്. ഇത് പബ്ലിക്കലി അവൈലബിൾ ആണ്. അപ്പൊ അതില് ICJന്റെ റൂളിംഗ് ഇതാണ്: കില്ലിംഗ് മസ്റ്റ് ബി ഇന്റൻഷണൽ ആസ് മസ്റ്റ് കോസിംഗ് സീരിയസ് ബോഡിലി ഓർ മെന്റൽ ഹാം. പിന്നെ പല സ്ഥലങ്ങളിലും ഡെലിബറേറ്റ് ഇന്റൻഡഡ്, നമ്മൾ വെറുതെ കുറെ ആൾക്കാരെ കൊല്ലല്ല, അതിനൊരു ഇന്റന്റ് ഉണ്ടാവണം എന്നുള്ളത് വളരെ അധികം അവര് സ്ട്രെസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അത് ആദ്യം പറയാം. പിന്നെ രണ്ടാമത്തത് അതിൽ പറയുന്നത് ഡിസ്ട്രക്ഷൻ മസ്റ്റ് ബി ദ ഗോൾ ഇറ്റ് സെൽഫ്, നോട്ട് മിയർലി ഫോർസീൻ. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് കുറെ ആൾക്കാർ മരിക്കുന്നുണ്ട്, അവരെ ടാർഗറ്റ് ചെയ്ത് കൊല്ലണം എന്ന ഗോള് അതിന്റെ ഒഫെൻസീവ് ആയിട്ടുള്ള പാർട്ടിക്ക് ഉണ്ടാവണം. അല്ലാതെ അവർ വേറെ ഏതെങ്കിലും ഒരു മിലിറ്ററി ഗോളിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് കുറെ പേർ മരിച്ചു, അവർ യാദൃശ്ചികമായി ഒരു പ്രത്യേക ഗ്രൂപ്പിൽ പെട്ടവരായിരുന്നു, അതുകൊണ്ട് അത് ജനസൈഡ് ആവില്ല.
അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേ ഡോക്യുമെന്റിലുള്ളതാണ്. ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ടു എസ്റ്റാബ്ലിഷ് ഫോർ ഇൻസ്റ്റൻസ് ഇൻ ടേംസ് of paragraph A that deliberate unlawful killings of members of the group have occurred. The additional intent must also be established and is defined very precisely. It is often referred to as special or specific intent or dolus specialis. സ്പെസിഫിക് ഇന്റന്റ് അതാണ് ഇതിന്റെ മെയിൻ. നിങ്ങൾക്ക് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ജെനോസൈഡ് ഈസ് നോട്ട് എ ലൂസ് ടേം ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ത്രോ എവ്രിവെയർ. നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേം അല്ല അത്. ഒരു ലോ ഉണ്ട് അതിന്. നിങ്ങളൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ആളെ കൊന്നു, എന്നിട്ട് നിങ്ങൾ കോർട്ടിൽ പോവാണ്. അപ്പം മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യ, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ, അപ്പൊ അതിന് ഡിഫറെന്റ് ഡെഫിനിഷൻസ് ഇല്ലേ നിയമത്തിന്റെ മുന്നിൽ? നമ്മൾ അത്രേ പറയുന്നുള്ളൂ. നിയമത്തിന്റെ മുന്നിൽ ലീഗൽ ഫ്രെയിംവർക്കിൽ ജെനോസൈഡ് എന്ന കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ദർ ഹാസ് ടു ബി എ സ്പെസിഫിക് ഇന്റന്റ്. ആ ഇന്റന്റോട് കൂടി നിങ്ങൾ ആക്ഷൻസ് നടത്തിയാൽ മാത്രമേ അങ്ങനെ ആവുള്ളൂ. ഓക്കെ. പിന്നെ മിലിറ്ററി ഇത് നേരത്തെ പറഞ്ഞു, മിലിറ്ററി ഒബ്ജക്റ്റീവ്സിന്റെ കൂടെ സിവിലിയൻസ് ഹാം ചെയ്തു, ഒരുപാട് സിവിലിയൻസിന് അങ്ങനെ ഇതിൽ ഹാം വന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് വാർ ക്രൈം ആവാം. അത് നമ്മൾ സമ്മതിക്കുന്നു, അത് വാർ ക്രൈം ആവാം. എന്നാലും അത് ജെനോസൈഡ് അല്ല. നോട്ട് ഓൾ വാർ ക്രൈംസ് ആർ ജെനോസൈഡ്സ് അല്ലേ? മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ജെനോസൈഡ് എന്ന് പറഞ്ഞ ഒരു സംഗതി വരുമ്പോൾ അത് സത്യത്തിൽ ഇസ്രായേലിന് ഗുണാവുകയാണ് ചെയ്യുന്നത്. അതും കൂടി ഉണ്ട് ഇതിനകത്ത്. അത് ഏത് വഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർ ക്രൈംസ് അത് ഒളിപ്പിച്ച് വെക്കാൻ, അല്ലെങ്കിൽ അത് ഡിസ്കഷനിലേക്ക് വരാതിരിക്കാൻ കൂടി ഇത് കാരണമാവും. കാരണം ഡിസ്കഷൻ മുഴുവൻ ജെനോസൈഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ള പോയിന്റിലേക്ക് പോവാണ്. അതിനൂടെ കാണുന്നൊരു കാര്യം. പിന്നെ ഇവിടെ പറയുന്നു, ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജെനോസൈഡ് അവർ വരെ പറഞ്ഞു ഇങ്ങനെ ജെനോസൈഡ് ഉണ്ട് എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ വെക്കുന്നത്. അവരെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അതും കൂടിയാണല്ലോ നമ്മളിവിടെ അന്വേഷിക്കേണ്ടത്. അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ. ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ പരിശോധിക്കുന്നുണ്ട്. അത് കുറെ സമയം എടുക്കും അതിന്റെ തെളിവുകളൊക്കെ അവർ പരിശോധിച്ച് വരുമ്പോൾ. അവര് ചിലപ്പോ പറയുമായിരിക്കും. അത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ പ്രസന്റ് സ്റ്റേറ്റിലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, അഗൈൻ ഇത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, ഇത് പിന്നെ വരും. ഇതിൽ ഇവർ പറയുന്നുണ്ട് ചിലപ്പോ നമുക്ക് ഇന്റന്റ് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു വോയിസ് റെക്കോർഡിംഗ് ഞാൻ ജെനോസൈഡ് നടത്താൻ പോവാണ്, ഇവിടെ അങ്ങനെ ഒരു വോയിസ് റെക്കോർഡിംഗ് ലീക്ക് ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ ചിലപ്പോ നമുക്ക് പാറ്റേണുകൾ നോക്കേണ്ടി വരും. അത് ICJ പറയുന്നുണ്ട്. ഇന്റന്റ് അങ്ങനെ പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ യു ക്യാൻ ലുക്ക് അറ്റ് പാറ്റേൺസ്. പക്ഷെ എന്താണ് അതിൽ അവർ പറയുന്നത്? ഫോർ എ പാറ്റേൺ ഓഫ് കോണ്ടക്ട് to be accepted as evidence of its existence, അതായത് genocide's existence, it would have to be such that it could only point to the existence of such intent. ഇതിന്റെ അർത്ഥം തന്നെ ഒരു പാറ്റേൺ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. അതായത് ഗാസയിൽ ഇസ്രായേൽ ഇങ്ങനെ വല്ലാതെ ഡിസ്ട്രക്ഷൻ നടത്തുന്നു. അപ്പൊ നിങ്ങൾ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്തു, ഒരുപാട് സിവിലിയൻസ് മരിക്കുന്നു, നിങ്ങൾ പാറ്റേൺ ഒബ്സർവ് ചെയ്തു. പക്ഷെ ആ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ജെനോസൈഡ് നടത്തണം എന്നുള്ള ഇന്റന്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് അതിന്റെ ഇവര് പറയുന്നത്. അതായത് ഹമാസിനെ തകർക്കാൻ വേണ്ടി അവിടെ അവര് ഒഫൻസീവ് നടത്തി, അതിന്റെ കൂടെ സിവിലിയൻസ് മരിച്ചാല് അത് ജെനോസൈഡിന് കൂട്ടാൻ പറ്റില്ല. അത് ഒരു പ്രത്യേക റേസ് അല്ലെങ്കിൽ എത്നിസിറ്റി അല്ലെങ്കിൽ റിലീജിയൻ, ആ ഗ്രൂപ്പിനെ തുടച്ചു നീക്കണം എന്നുള്ള ഇന്റന്റോട് കൂടി മാത്രം ചെയ്താൽ മാത്രമേ ജെനോസൈഡ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം അത് എന്തൊരു ഇതാണ്, അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അതിന്റെ ഡെഫിനിഷൻ അല്ലേ ആരിഫ്? നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഇനി വേണമെങ്കിൽ അമെന്റ് ഒക്കെ ചെയ്യുമായിരിക്കും പിന്നീട്. ഇപ്പോൾ അതിന്റെ ഡെഫിനിഷൻ അങ്ങനെയാണ് നിലവിൽ. അല്ല, അമെന്റ് ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത്. അതാണ് ഇതിലെ കഥ. ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് ചിലപ്പോൾ ചെയ്ത് എന്ന് വരാം. കാരണം അവർ ലക്ഷ്യം എന്തെന്നുള്ളതാണല്ലോ. ഇസ്രായേലിനെ കോർണർ ചെയ്യുക, ഇസ്രായേലിനെ ഫ്രെയിം ചെയ്യുക എന്നുള്ള ഒരു സോൾ ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ചെയ്തെന്ന് വരും. അത് വേറെ വിഷയം. പക്ഷേ നിലവിൽ ഈ ഒരു ഡെഫിനിഷൻ വെച്ചുകൊണ്ട്, ഈ ഡെഫിനിഷൻ വരുന്നത് തന്നെ ഈ ഇസ്രായേൽ ജൂതന്മാർ ഫേസ് ചെയ്ത നമ്മളുടെ ഹോളോകോസ്റ്റിന് ശേഷം അവിടെ നടന്ന വിഷയങ്ങളെ പഠിച്ച് അതിൻ്റെ പേരിലാണ് സത്യത്തിൽ ഈ ജെനോസൈഡ് എന്നുള്ള ഒരു വാക്ക് തന്നെ രൂപീകരിക്കപ്പെടുന്നത്. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ഈ ജൂതന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് അന്ന് മുതൽ തുടങ്ങി പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പല രാജ്യങ്ങളിലും ഇപ്പോഴും ഈ പറയുന്ന ജെനോസൈഡ് അത് ഉണ്ടോ ഇല്ലയോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും വളരെ സക്സസ്ഫുൾ ആയിട്ട് കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി വെറുതെ കയറി അമെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇവിടെ ഒരു ഔട്ട്ലയർ ആയിട്ട് വരുന്നത് ഇസ്രായേലിൻ്റെ കേസിൽ മാത്രമാണ്. അതായത് എല്ലാവർക്കും ജെനോസൈഡ് ഉണ്ടെന്ന് പറയുകയും വേണം, എന്നാൽ ഈ പറയുന്ന ഡെഫിനിഷൻ പ്രകാരം മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള
അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഡെഫിനിഷൻ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അപ്ലിക്കബിൾ ആകാതെ വരുമ്പോൾ അവിടെ അതിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇവരാകെ തത്രപ്പാട് പെടുന്ന ഒരവസ്ഥ ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഇസ്രായേൽ ജനോസൈഡ് നടത്തുന്നില്ല, രണ്ട് ഈ പറയുന്ന സംഗതി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതിലേതെങ്കിലും ഒന്നേ വരുന്നുള്ളൂ. പക്ഷേ കണക്കുകൾ കാണുന്നത് എന്താണ്? ജനോസൈഡ് നടത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളതങ്ങ് സമ്മതിക്കുക വേണ്ടത്, ജനോസൈഡ് നടത്തുന്നില്ല. പിന്നെ എന്താ അവിടെ നടക്കുന്നത്? അവിടെ പലതരത്തിലുള്ള വാർ ക്രൈംസ് നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക. അത് ഇസ്രായേൽ തന്നെ അന്വേഷണങ്ങൾ പലതും മുന്നോട്ട് വെക്കുന്നു. ഇപ്പോൾ നാസർ ഹോസ്പിറ്റലിൽ നടന്ന അക്രമം കഴിഞ്ഞ ദിവസം വന്നു എന്ന് പറയുന്ന പത്രപ്രവർത്തകർ മരണപ്പെട്ട ആ വിഷയത്തിൽ അവർ തന്നെയാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്ന ആരാ? അവരത് സമ്മതിക്കുകയും ചെയ്തു, തെറ്റ് പറ്റിയതാണ്. അപ്പോൾ നമ്മളവിടെ ചോദിക്കുന്നു, ഈ തെറ്റ് പറ്റാത്ത ആരുമില്ല ഗോപു എന്ന് പറഞ്ഞ മാതിരി ഇസ്രായേൽ അങ്ങനെ വിശുദ്ധരാണെന്നൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇത്ര കാലവും ഈ വിഷയത്തിൽ നിങ്ങൾ ഈ ഗാസ, ഈ പാലസ്റ്റൈൻ വിഷയം എന്ന് പറയുന്നത് പാലസ്റ്റീൻ്റെ കണ്ണിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന ഈ കണ്ണീർ കഥകളിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന ഈ വിക്ടിം കാർഡിലൂടെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ, കാണാൻ സമ്മതിച്ചിട്ടുള്ളൂ. ഇനി അത് പറ്റില്ല. ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുകൂടി ഇത് കണ്ടേ പറ്റൂ. ഇതേ നമ്മൾ പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ശരി മാത്രമേ ഉള്ളൂ എന്നല്ല. ഇവിടെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ കാണാൻ നമ്മൾ ശ്രമിക്കും. ആ ശ്രമിക്കുന്ന സമയത്താണ് ഇതിലെ പല പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ഈ പറയുന്ന പല തരത്തിലുള്ള പ്രൊപ്പഗൻഡ മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇതെല്ലാം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ജനോസൈഡ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അതിപ്പോൾ ആംനസ്റ്റിക്ക് സാധിക്കുന്നില്ല, അത് ICJക്ക് സാധിക്കുന്നില്ല. ഏതൊരു ബോഡി നിങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ തെളിയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഓരോന്നും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ വേറെ പല സ്ഥലങ്ങളിലും ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. അതിപ്പോ ഫോർ എക്സാമ്പിൾ മ്യാൻമാറിലെ റോഹിംഗ്യൻസിനെതിരെ അല്ലെങ്കിൽ സിറിയയിലെ ഡ്രൂസിനെതിരെ ഒക്ടോബർ 7 ഇത് വരും. അത് ഇതിൽ വരും കുറച്ച് കഴിഞ്ഞിട്ട്. ഒക്ടോബർ 7 ഞാനതാ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു റീബട്ടലിൽ നമ്മൾ അവർക്ക് കൊടുത്തൊരു സംഗതിയാണ്. അതായത് ഈ ഇസ്രായേൽ ഇതിനകത്ത് പെടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതേസമയം ഒരു കഷ്ടപ്പാടും ഇല്ലാതെ എന്താണോ ഈ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന സംഗതികൾ ഇത് അതേപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി. എന്നാലും ഞാനൊരു ശരി എന്നാ വേണ്ട. ഓക്കെ. അപ്പൊ നമ്മള് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിൽ വെക്കുക. ഓക്കെ, ഒരു ഇന്റന്റേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അതില് ഓക്കെ സോറി അപ്പൊ അതില് ഡുവൽ ഇന്റന്റ് എന്ന് പറയുന്നത് അതിൽ പോസിബിൾ അല്ല ഇപ്പോഴത്തെ ഡെഫിനിഷൻ പ്രകാരം. അത് പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ മാസ് അട്രോസിറ്റീസ് നടക്കുന്നത് കൊണ്ട് ഇറ്റ്സ് നോട്ട് ജെനസൈഡ് വെൻ ദർ ഈസ് നോ സ്പെസിഫിക് ഇന്റന്റ്. ഇതാണ് പലരും വികാരാധീനരായിട്ട് പറയുന്നത്. കുറെ തോനെ ആൾക്കാർ മരിച്ചു, വിഷമം ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്, തോനെ ആൾക്കാർ മരിച്ചു. പക്ഷെ അതെല്ലാം ഈ ജെനസൈഡ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അവിടെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഫാക്ട് ബേസ്ഡ് ആയിട്ട് പറയാണ്. നമ്മൾ ഇത് പച്ചയ്ക്ക് പറയുന്നുണ്ട്, നമ്മൾ ഇതിൽ വികാരമൊന്നും ഇല്ലാതെ കരയാതെ പറയുന്നുണ്ട്. നമുക്ക് മനുഷ്യത്വം ഇല്ല എന്ന് വരികയാണെങ്കിൽ നമുക്ക് മനുഷ്യത്വം ഇല്ല, അതന്നെ പറയാനുള്ളൂ. കരച്ചിലൊക്കെ ഉണ്ട്, അത് കണ്ണുനീര് വരുന്നുണ്ട്. ആണോ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഡെഫിനിഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇനി ആംനസ്റ്റി അവരൊരു കുട്ടപ്പനാക്കി വേറൊരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഡോക്യുമെന്റിൽ. അതെന്താണെന്ന് നമുക്ക് നോക്കാം ആരിഫ് അല്ലെ? അപ്പൊ ആംനസ്റ്റി പറയുന്നത് ശ്രദ്ധിക്കുക, ഫസ്റ്റ് കണ്ടീഷൻ എക്സിസ്റ്റിംഗ് ഡെഫിനിഷൻ പ്രകാരം ഇത് പ്രൂവ് ചെയ്യാൻ ആംനസ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അവര് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവർ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ പോയി പുതിയത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്തു? ജനസൈഡ് നീഡ് നോട്ട് ബി ദ സോൾ ഇന്റന്റ്. ഇറ്റ് ക്യാൻ കോഎക്സിസ്റ്റ് വിത്ത് മിലിറ്ററി ഗോൾസ് ഓർ ബി ദ മീൻസ് ടു അച്ചീവ് മിലിറ്ററി ഗോൾ. നിങ്ങൾക്കൊരു മിലിറ്ററി ഗോൾ ഉണ്ട്, അതിന്റെ കൂടെ ജനസൈഡ് പോലുള്ള തോന്നിക്കുന്ന പാറ്റേൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനസൈഡ് ആവാം എന്ന് അവരെന്നെ കയ്യിന്നിടാണ്. ആൻഡ് ഇത് ഈ റിപ്പോർട്ടിലുള്ളതാണ്. നിങ്ങൾ ഇത് വായിച്ചു നോക്കൂ. ഇത് ഞാൻ വായിച്ചപ്പം ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഭയങ്കരമായിട്ട് എടുത്ത് എല്ലാരും ഇത് ഒന്നുകിൽ വായിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് എന്താ പറയാ ഈ ബ്രെയിൻ അതാണ്, അല്ലെങ്കിൽ അവർ ഇതിൽ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ഈ ടീംസ് മാത്രമാണ് ഉള്ളത് ഇത് പൊക്കി വരുന്നത്, എന്താണെന്നറിയില്ല. സോ അവർ ഇതിൽ മുന്നോട്ട് വെക്കുന്നത് ഡുവൽ ഇന്റന്റ്, മിലിറ്ററി ഗോൾസ് ഉണ്ട്, ഹമാസിനെ തകർക്കണം എന്ന ഗോൾ ഉണ്ട്, അതിനോടൊപ്പം ഇതും ഉണ്ടാവാം എന്നവർ പറയുന്നു. പിന്നെ ഇതാണ് കൂടുതൽ പ്രശ്നം, ഇൻസ്ട്രുമെന്റൽ ഇന്റന്റ്.
മിലിറ്ററി ഗോളിന്റെ ഭാഗമായിട്ട് ചില ഇതൊക്കെ നടക്കുന്നുണ്ട്, അത് ജനസൈഡ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ഇവർ എന്തിനാണ് ഇത് പറയുന്നതെന്നും കൂടി ഇവർ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അവർ പറയുന്നത് ലീഗൽ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ അവിടെ വെക്കട്ടെ, നമുക്കൊന്ന് പോളിസി ജസ്റ്റിഫൈ. എന്തിന്? കാരണം ഇങ്ങനെ പറഞ്ഞാലേ ഉള്ളൂ ഇത് ജനസൈഡ് അല്ലാണ്ടാവുള്ളൂ. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇതിങ്ങനെ പോയിപ്പോ ഇത് ജനസൈഡ് ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഞാൻ വെറുതെ ഇത് പറയുന്നല്ല, ഇത് ഈ റിപ്പോർട്ടിലുള്ള കേട്ടോ. ഞാൻ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ തമാശ പറയാം. അങ്ങനല്ല, ഇതിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതില് പേജൊക്കെ ഞാനിപ്പോ എയർ പോകും. വോക്കുകൾ എയറിലാക്കുമ്പോ ഇസ്ലാമിസ്റ്റുകൾ എയറിലാക്കുന്ന മാതിരിയല്ല, ബഹുദൂരം അതിവേഗം പോവും ബഹിരാകാശം. അതെ അതെ. അല്ല, വോക്കുകൾക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ട്, അവര് തലക്കെട്ട് മാത്രമേ വായിക്കുള്ളൂ. ഉള്ളിലുള്ള എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോപ്പ് ബോക്സ് ആക്കി വെച്ച്. അതെ, നിങ്ങൾ മുഴുവൻ വായിക്കണ്ട, എനിക്കറിയാം നിങ്ങൾ മുഴുവൻ വായിക്കൂല, അതുകൊണ്ട് നിങ്ങൾ ചോപ്പ് ബോക്സിലുള്ളത് വായിക്കാം പ്ലീസ്. പിന്നെ ഞാൻ പേജ് നമ്പറും തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ കൃത്രിമം വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരിഫ് ഇതിൽ കൃത്രിമം വരുത്തിയിട്ടുണ്ട്, അങ്ങനെയില്ല. അപ്പൊ നമുക്ക് നോക്കാം ഡോക്യുമെന്റ് തന്നെ. അപ്പൊ ഈ രേഖയിൽ എന്താ ഉള്ളത് നോക്കാം അല്ലെ. Genocide need not be the sole intent. It can coexist with military goals or be the means to achieve military goals. Page 31. പിന്നെ ഇതിൽ പറയുന്നത് genocide can also be the means of achieving military result. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് വായിക്കാം. Allowing for dual or instrumental intent is the only way to ensure that genocide remains prohibited during the times of the war. അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ വാറും ജനസൈഡ് ആവും. പക്ഷെ ഇവർ ഇത് എന്തുകൊണ്ട് ഇസ്രായേൽ ഗാസ വാറിൽ മാത്രം പറയുന്നു? അപ്പൊ പിന്നെ നമുക്ക് എല്ലാം ജനസൈഡ് ആണെന്ന് പറഞ്ഞൂടെ അല്ലേ? പിന്നെ ആ വാക്കിന് എന്ത് ഗ്രാവിറ്റി ആണുള്ളത്? അതന്നെ ഇവര് പച്ചക്ക് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ ഈ റിപ്പോർട്ട് വായിക്കണ്ടല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളത് വായിച്ചു. നമ്മൾ ശരിക്കും ഇത് വായിച്ചതോടുകൂടി നമ്മൾ ഈ റിപ്പോർട്ട് ദൂരെ കളയേണ്ടതാണ്. ഓക്കെ, പേജ് 18 തന്നെ ഇത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പേജ് 18 കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. യെസ്, അതായത് ഇന്റന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഈ ധൈര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വെല്ലുവിളി നടത്തിയത്. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ പുരിഞ്ചതാ. അതെ. പിന്നെ അവരെന്നെ പറയുന്നുണ്ട് നമ്മൾ ഇത് റീഡിഫൈൻ ചെയ്തു, ഇതിനു വേണ്ടിയിട്ടാണ് റീഡിഫൈൻ ചെയ്യുന്നത് എന്നും പറയുന്ന ഒരു റിപ്പോർട്ടാണ് നമ്മൾ പരിശോധിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ മാത്രമല്ല അവർ പറയുന്നത് അവരെന്നെ ഇന്റർപ്രറ്റ് ചെയ്യാണ്. ദ ഓർഗനൈസേഷൻ, അതായത് ആംനസ്റ്റി, കൺസിഡേഴ്സ് ദാറ്റ് ദ ജനസൈഡ് കൺവെൻഷൻ മസ്റ്റ് ബി ഇന്റർപ്രറ്റഡ് ഇൻ എ മാനർ ദാറ്റ് എൻഷുർസ് ദാറ്റ് ജനസൈഡ് റിമെയിൻസ് പ്രൊഹിബിറ്റഡ് ഇൻ ബോത്ത് പീസ് ടൈം ആൻഡ് ഇൻ എ വാർ, and that ICJ jurisprudence should not be read to effectively preclude a finding of genocide during the war. Basically അവർ പറയുന്ന ICJ ഒക്കെ നമുക്ക് എടുത്ത് ദൂരെ കളയാം, കിതാബും തള്ളി, ജനസൈഡ് കൺവെൻഷൻ അതൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് ഇത് ഇങ്ങനെ റീഡിഫൈൻ ചെയ്യാം. അപ്പൊ പിന്നെ ജനസൈഡ് ആവല്ലോ, അപ്പൊ പിന്നെ ആൾക്കാർ മരിക്കണത് നമുക്ക് തടയാം എന്നാണ് അവർ പറയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കിത് വായിച്ചപ്പം ഞാൻ എന്നിട്ട് വിചാരിക്കാം, എനിക്ക് ആരിഫ് തന്ന റിപ്പോർട്ടിന് തെറ്റാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. അല്ല, ഇതൊരു കാര്യം, ഇപ്പൊ ഈ തരത്തിൽ ഇത് കിതാബ് തള്ളണ കാണുമ്പോൾ ഇത് ഈ രീതിയിൽ റീഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുസ്തഫ മൗലവി ചെയ്യുന്ന പണി, അല്ലെങ്കിൽ നമ്മൾ ഉണ്ണാക്കൻസ് ചെയ്യുന്ന പണിയല്ല ഇത്. അല്ല, അവര് ചെയ്യുന്നതിനെക്കാട്ടി മോശം. അവരത് ഓക്കെ ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുക. ഇവര് പറയുന്നപ്പോ എങ്ങനെ പറയാ, അതൊന്നും നമുക്ക് നോക്കാൻ വേണ്ട, നമ്മൾ പുതിയൊരു കിതാബ് കണ്ടുണ്ടാക്കാം മൊത്തം തള്ളിയിട്ട്. ഇങ്ങനെ ഒരു കിതാബ് പ്രകാരം, അല്ലെങ്കിൽ ഖുറാൻ പ്രകാരം പോയാൽ നമ്മളെ ആവശ്യം നടക്കൂല. അതുകൊണ്ട് നമുക്കത് റീപ്ലേസ് ചെയ്ത് പുതിയത് ഉണ്ടാക്കാം. അതാണ്. അപ്പൊ ബാസിലും ടീംസാണ് കുറച്ചും കൂടി നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ശരി, അവര് കേക്കണ്ട. ബാസിലിനെ എനിക്ക് ഇഷ്ടാണല്ലോ. ഒരു ദിവസം നമുക്ക് വിളിച്ചാലോ എന്നാല് നമ്മളെ പരിപാടി. പിന്നല്ലാതെ അപ്പൊ ഞാൻ പക്ഷെ എന്തൊക്കെ നിക്കാബൊക്കെ ഇട്ടിരിക്കാം ബാസിൽ വരുമ്പോ. എന്നാലും കൂളിംഗ് ഗ്ലാസ് വെക്കാം. അപ്പൊ കൂളിംഗ് ഗ്ലാസ് വെക്കണ്ടല്ലോ, മുഖത്തൂടെ ഒരു തുണി ഇട്ടാ പോരെ. അതെ നല്ലത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എന്താണ് തെളിയിച്ചത്? ജനസൈഡ് എന്നുള്ള പദം അവര് റീഇന്റർപ്രറ്റ് അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്തു. പക്ഷെ നമ്മൾ വീണ്ടും റിപ്പോർട്ട് വായിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം ഒരു കാര്യം, അതൊന്ന് നമുക്കൊന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഈ ഏത് റിപ്പോർട്ടും അല്ലെങ്കിൽ ആര് തന്നെ ഒരു തെളിവുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ തെളിവിൽ നമ്മൾ ആദ്യം പരിശോധിക്കുക എന്താണ്,
ജനോസൈഡ് എന്ന് പറയുമ്പോൾ അതിനുള്ള ഡെഫിനിഷൻ ഈ നമ്മളുടെ ആ കൺവെൻഷനിലൂടെ മുന്നോട്ട് വെക്കുന്ന ജനോസൈഡിൻ്റെ ഡെഫിനിഷൻ അത് അവിടെ അപ്ലിക്കബിൾ ആവുന്നുണ്ടോ, അതവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഇൻറ്റൻറ്റ് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് അപ്രസക്തമാണ്. അത് നമ്മൾ വായിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. അത് തന്നെയാണ് ഇവിടെയും ബാധകമാവുന്നത്. പക്ഷേ നമ്മൾ മിടുക്കന്മാരായതുകൊണ്ടും വളരെ മാന്യന്മാരായതുകൊണ്ടും നമ്മൾ തുടർന്നും നമ്മൾ വീണ്ടും തുടർന്ന് വായിച്ചു. യെസ്, നമ്മൾ തുടർന്ന് വായിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടെത്തിയെന്ന് നോക്കാം അല്ലെ. രണ്ടാമത്തെ പ്രോബ്ലം ഇതിന്റെ മെത്തേഡ്സിലുള്ള ലിമിറ്റേഷൻസ്. ഇത് 100,000 ലിമിറ്റേഷൻസ് ഉണ്ട്. അഗൈൻ ഇതിൽ നമ്മൾ കുറച്ച് മാത്രമേ ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ ഇതിൽ ഡോക്യുമെന്റേഷൻ ചാലഞ്ചസ് ഉണ്ട്. അതായത് ഒരു വാർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഗാസയില് അവർക്ക് റെസ്ട്രിക്റ്റഡ് ആക്സസേ ഉള്ളൂ ആംനെസ്റ്റിക്ക്. അവർക്ക് അവിടെ ഫീൽഡിലൊന്നും ആരും ഇല്ല. ഓക്കെ, പിന്നെ അവർക്ക് ഇസ്രായേലി മിലിറ്ററി റെക്കോർഡ്സിനുള്ള ആക്സസും ഇല്ല. അത് ഇസ്രായേൽ കൊടുക്കാത്ത തന്നെയാണ്, പക്ഷെ അതൊരു ഫാക്ടർ ആണല്ലോ. അപ്പൊ അവർക്ക് കിട്ടാവുന്ന ആക്സസ് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, പിന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയോ ഇന്റർവ്യൂസ് ഇത്യാദി. അത് ഇറ്റ് ഈസ് മിസ്സിംഗ് ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ. പിന്നെ എന്താണ് മൂന്നാമത്തെ വെച്ചാല് ഇത് ഓൺഗോയിങ് കോൺഫ്ലിക്റ്റിൽ ഉള്ള ഇതാണ്. യുദ്ധം തീർന്നിട്ടൊന്നുമില്ല, അപ്പോഴത്തേക്ക് ഇവര് ജമ്പിങ് ഇൻ ടു എ കൺക്ലൂഷൻ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, പിന്നെ ഈ മാത്രമല്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് പല വാർണിംഗ്സും കിട്ടി. ഇവര് പല അവരുടെ പ്രാക്ടീസസ് ഒക്കെ ഭേദപ്പെടുത്തി ആ ഇൻപുട്സ് ഒക്കെ എടുത്ത് അവര് ഫീഡ്ബാക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പല അവസരത്തിൽ. അതൊന്നും അവര് നോക്കാതെ ജസ്റ്റ് ആസ് ഓഫ് നോ കുറച്ച് കണ്ട എവിഡൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ കുറച്ച് എക്സാമ്പിൾ, എല്ലാം ഒന്നും ഇല്ല, കുറച്ച് കാണിക്കാം. ഇതിൽ ഇവർ മെയിൻ ആയിട്ട് പറയുന്നത് അവർക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇസ്രായേൽ അവരവിടെ പോകാൻ അനുവദിച്ചിട്ടില്ല. ഓക്കെ, ശരിയാണ്, ഇസ്രായേൽ അവരവിടെ സെക്യൂരിറ്റി റീസൺസ് കാരണം പോകാൻ അനുവദിച്ചിട്ടില്ല. പക്ഷേ എന്താണ്, ഈജിപ്തും അവരെ പോകാൻ അനുവദിച്ചിട്ടില്ല. ഈജിപ്തിനോട് അവര് ചോദിച്ചിരുന്നു ആംനെസ്റ്റിക്കാർ അവിടെ പോട്ടെ എന്ന്. അപ്പൊ ഈജിപ്ത് പറഞ്ഞു നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, തൽക്കാലം അവിടെ പോണ്ടെന്ന് ഈജിപ്തും പറയണ്ടായി. അപ്പം അവിടെ പോവാതെ കിട്ടിയ എവിഡൻസ് ആണ് ഇത്. ഒന്നാമത്തെ കാര്യം ബോക്സിലുള്ളതോ അത് മൊത്തം ജസ്റ്റ് ഒന്ന് വായിച്ചോ. ബോക്കുകളൊന്നും വായിക്കാൻ പോണില്ല അല്ലെങ്കിൽ. The Israeli authorities have repeatedly rejected or failed to respond to Amnesty International's request to access Gaza since 2012. They rejected the organization's most recent request on June 3rd, 2024 on security grounds, stating that entry into Gaza was only possible in urgent cases and for humanitarian reasons, given that Gaza was a war zone. Equally, the Egyptian authorities have on several occasions rejected or failed to respond to Amnesty International's request to access Gaza via Rafah made since 2014, most recently on 24th October 2024. ആദ്യം ഇസ്രായേലിനോട് ചോദിച്ചു, ഇസ്രായേൽ വിട്ടില്ല. പിന്നെ ഈജിപ്തിനോട് ചോദിച്ചു, ഈജിപ്തും വിട്ടില്ല. ഖലാസ്. എന്നിട്ടും നമ്മൾ തുടർന്ന് വായിക്കാം. പക്ഷെ അവർക്ക് എവിടുന്നോ കുറെ ഇന്റർവ്യൂസിനെ കിട്ടി, 212 ഇന്റർവ്യൂസിനെ കിട്ടി. പക്ഷെ എന്താണ് പ്രശ്നം, അവര് മിക്കവരും അനോണിമസ് ആയിരുന്നു. ഹ്യൂമാനിറ്റേറിയൻ വർക്കേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, അങ്ങനെയൊക്കെ അവർ അനോണിമസ് ആവുന്നത് കൊണ്ട് തന്നെ വേറൊരു തേർഡ് പാർട്ടി, അപ്പം US-നോ അല്ലെങ്കിൽ പോട്ടെ വേറെ ഏതെങ്കിലും ഒരു, ഇപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇതൊന്ന് വെരിഫൈ ചെയ്യണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ആണല്ലോ കേസ് കൊടുത്തത് ICJ-ല്, അവർക്ക് വെരിഫൈ ചെയ്യണമെന്ന് വിചാരിക്കാം. പക്ഷെ അത് പോസിബിൾ അല്ല, കാരണം അതിന് അവരുടെ പേര് വിവരങ്ങളില്ല. അപ്പൊ നമ്മൾ ഇവര് പറയുന്നത് മുഖവിലേക്ക് എടുക്കുക മാത്രമേ നിർവാഹമുള്ളൂ. പക്ഷെ ആരിഫ് നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മൾ മുഖവിലേക്ക് എടുത്തിട്ട് തന്നെ മുന്നോട്ട് പോവാ അല്ലെ, തള്ളുന്നില്ല. അല്ല, ഒരു കാര്യമുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ അനോണിമസ് ആയിട്ടുള്ള ഡേറ്റ ഇതെടുക്കുമ്പോൾ, അതായത് ഐഡൻറ്റിഫൈഡ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കലി ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മെഡിക്കൽ ജേർണലിൽ നമ്മളൊരു ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഡേറ്റ നമ്മൾ എടുക്കുന്നു. അത് വെച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷൻ എത്തുന്നു. അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന ഐഡൻറ്റിഫൈഡ് പേഷ്യൻ്റ് ഡേറ്റ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ മിനിമൽ സാധനമെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യണം, അവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് പേപ്പർ ആര് വായിക്കുമ്പോഴും അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി അതിലെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവർക്ക് സംശയം തോന്നിയാൽ അവർ നമ്മളോട് എഴുതി ചോദിക്കും, ഇതിൻ്റെ ഒറിജിനൽ ഡേറ്റ നമുക്ക് അയച്ചു തരണം. അപ്പോൾ അത് നമ്മൾ അയച്ചു കൊടുക്കണം.
അപ്പോൾ ഈ ഡേറ്റ വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ നടത്തുന്ന കൺക്ലൂഷൻ മുഴുവൻ, നമ്മൾ നടത്തിയ എക്സ്പെരിമെൻ്റ്, ഒബ്സർവേഷൻ എല്ലാം ഈ പറയുന്ന ഈ ഡേറ്റ വെച്ചിട്ടാണ്. ഈ ഡേറ്റ നോക്കുമ്പോൾ അതിനകത്ത് ക്ലാരിറ്റി ഇല്ല, അതിനകത്ത് ഒരു ക്ലിയർ ആയിട്ട് സംഗതി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല, ചോദ്യം പറച്ചിലൊന്നുമില്ല, അവിടെ തീർന്നു, ഗെയിം ഓവറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഇത് ഹമാസിൻ്റെ, ഇനി വേണമെങ്കിൽ നമുക്കിത് മുഴുവൻ ഹമാസാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, ഒരു BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി ഇറങ്ങിയിരുന്നു, ഒരു കുട്ടിയുടെ ഒരു ലൈഫ് വെച്ചുകൊണ്ട്, എന്താണ് ലൈഫ് ഇൻ ഗാസ ഡ്യൂറിങ് വാർ സോൺ, ഡ്യൂറിങ് എ വാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന വാർ സോൺ എന്നങ്ങാണ്ട് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി അവർ ചിത്രീകരിച്ചു. അതിൽ ഡോക്യുമെൻ്ററിയൊക്കെ വന്നു, പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി, തിരിച്ചു പബ്ലിഷ് ചെയ്തു. അപ്പം തന്നെ ക്രിറ്റിസിസം വന്നു കഴിഞ്ഞു. കാരണം എന്താണ്, ഇതിൽ അഭിനയിച്ച കുട്ടി ഹമാസിൻ്റെ മുതലാളിയുടെ ഒരു ഫൈനാൻസ് മന്ത്രിയുടെ മകനായിരുന്നു ഇതിനകത്ത് അഭിനയിച്ച കുട്ടി. അപ്പോൾ അവിടെ തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ഇതുപോലുള്ള സംഗതികൾ വന്നുകൊണ്ട് ഇതിൽ പറയുന്ന സംഗതികൾ, ഇതിൽ അഭിനയിക്കുന്ന ആളുകൾ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, ഇത് മുഴുവൻ ഹമാസിൻ്റെ വക്താക്കൾ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. കാരണം എന്താണ്, ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യാം. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അവസാനം BBC ആ റിപ്പോർട്ട്, ആ ഡോക്യുമെൻ്ററി പിൻവലിച്ചു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അവരത് പിൻവലിക്കുന്നതിൻ്റെ കാരണം എന്താണ്, അത് വരാൻ പാടില്ലാത്തൊരു സാധനമാണ്. പ്രത്യേകിച്ച് കാശ് കൊടുത്തിട്ടാണ് ആ കുട്ടിക്ക് അവിടെ അഭിനയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയെന്നും കൂടി വെളിച്ചത്ത് വന്നോട് കൂടിയിട്ട് കയ്യിൽ നിന്ന് പോയി. BBC അത് പിൻവലിച്ചു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നമുക്കത് വേണമെങ്കിൽ അത് ആരോപിക്കാം, പക്ഷെ നമ്മളത് ആരോപിക്കുന്നില്ല. ഓക്കെ, അപ്പം അതും നമ്മളൊരു പോയിന്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്രെഡിബിലിറ്റി ഓഫ് ദ സോഴ്സ്. ഡേറ്റ ഇസ് ഹെവിലി റിലയൻറ്റ് ഓൺ ഹമാസ് സപ്ലൈഡ് ഇൻഫർമേഷൻ. അതൊരു പ്രശ്നം തന്നെയാണ്, പക്ഷെ അതല്ല ആകെയുള്ള പ്രശ്നം. അപ്പൊ നമുക്ക് ഡേറ്റ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മൾ പറഞ്ഞു. പിന്നെ അവർക്ക് ഡേറ്റ കിട്ടിയ മെത്തേഡ്സ് ക്വസ്റ്റ്യനബിൾ ആണ്, കാരണം അവർക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അവർക്ക് കിട്ടിയ സോഴ്സ് പ്രശ്നമാണ്. അതൊക്കെ ഉണ്ടായിരിക്കെ കൂടി നമ്മൾ വീണ്ടും അതൊക്കെ എടുത്തുകൊണ്ട് കൂടി നമ്മൾ വീണ്ടും നോക്കുക, എന്താണ് ആ ഡേറ്റ, എന്താ സംഭവം എന്ന് നമ്മൾ നോക്കുമ്പോൾ അതാണ് ഇവിടെ 15 സ്ട്രൈക്ക് അനാലിസിസ്. ഈ മൊത്തം റിപ്പോർട്ടിൽ അവരെടുത്തിട്ടുള്ളത് 15 എയർ സ്ട്രൈക്സ് മാത്രം ആണ്. വെറും 15 എയർ സ്ട്രൈക്സ്. എത്ര എയർ സ്ട്രൈക്സ് നടക്കുന്നുണ്ട്? അതിൽ 15 എണ്ണം. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത്, ആ 15 എണ്ണം നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്തു, അതിനുള്ള മാനദണ്ഡം അവര് ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ഒരു സെലക്ഷൻ ബയസ് ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാലോ. പിന്നെ എന്താണ് ഈ 15 ഇൻ ദ ലാർജ് സ്കീം ഓഫ് തിങ്സ്, വാട്ട് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് 15 എയർ സ്ട്രൈക്സ്? ഈ 15 എയർ സ്ട്രൈക്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു സ്വീപ്പിംഗ് ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അത് സ്റ്റാറ്റിസ്റ്റിക്കലി അത് വാലിഡ് ആണെന്ന് പറയുന്നത്? പിന്നെ അതുപോലെ തന്നെ ഇൻഫറൻസ് പ്രോബ്ലംസ്, ഈ 15 വെച്ചിട്ട് നിങ്ങൾ എക്സ്ട്രാപോലേറ്റ് ചെയ്യാണ്, എല്ലാ പെർസെന്റേജും നിങ്ങൾ എക്സ്ട്രാപോലേറ്റ് ചെയ്യാണ് 15 എണ്ണം വെച്ചിട്ട്. ഇതാണ് ബൈ ദ വേ റീസെന്റ് ആയിട്ട് 83% സിവിലിയൻസ് ആണ് കൊല്ലപ്പെടുന്നതെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായില്ലേ 2-3 ദിവസം മുന്നേ. അതിൽ അവർ ഇത് സെയിം തന്നെയാണ് ചെയ്തത്. കുറച്ച് സാമ്പിൾ എടുത്തിട്ട് അത് എക്സ്ട്രാപോലേറ്റ് ചെയ്ത് എന്നിട്ട് മൊത്തം 83% ആണെന്ന് പറയാം. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പം എന്താ ആരിഫിന് ഇതിൽ പറയാനുള്ള 15 സ്ട്രൈക്ക് അനാലിസിസ്? ഓക്കെ, അപ്പം സാമ്പിളില് പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഡോക്യുമെന്റേഷനിൽ പ്രശ്നമുണ്ട്, സോഴ്സ് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, സോഴ്സിന്റെ ക്രെഡിബിലിറ്റി പ്രശ്നമാണ്. പിന്നെ അവര് സെലക്ട് ചെയ്ത 15 എയർ സ്ട്രൈക്സ് എങ്ങനെ സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് ആ 15 മാത്രം എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവരെന്നെ ഇത് പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ മാത്രല്ല, ഇവരെന്നെ പറയുന്നുണ്ട് ഈ the remaining 40% were men under 60 എന്നൊക്കെ അവർ പറയുന്നുണ്ട്. With no independent source able to establish how many of those were fighters and how many were civilians. ഇതല്ല നമ്മൾ പറയുമ്പോൾ വലിയ പ്രശ്നം, ആരാണ് ഹമാസ്, ആരാണ് പക്ഷെ അംനസ്റ്റി ഇത് പറഞ്ഞിട്ട് അവർ പറയാണ് ഇത്രയും സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബൈ ദ വേ അത് നമുക്ക് തെളിയിക്കാനൊന്നും പറ്റൂല, അത് പക്ഷെ അങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ റിപ്പോർട്ട് എന്തിനേറെ പറയുന്നു, ജനസൈഡ് ഉണ്ട്, എന്തിനേറെ പറയുന്നു സൾഫ്യൂരിക് ആസിഡ് കിട്ടി, അങ്ങനെയുള്ള. അതെ, ഇതൊന്ന് നമ്മൾ എടുത്തു പറയണം. അതായത് ഇത്ര ആളുകൾ മരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ചില ആളുകൾ 50,000-60,000 പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ എടുത്ത് വെച്ച് വരുന്നുണ്ട്. അവരോട് നമ്മൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, 60,000 എങ്കിൽ 60,000, അതിലെത്ര പേരാണ് ഹമാസ് കൊമ്പാറ്റൻസ്?
അതിൻ്റെ നമ്പർ ഇങ്ങ് തരൂ. അതെന്താ നിങ്ങൾക്ക് പറയാനില്ലാത്തത്? അതെന്താ അങ്ങനെ ഒരു നമ്പർ ഇല്ലാത്തത്? ഇപ്പോൾ ഇസ്രായേലിനോട് നിങ്ങൾ ചോദിക്കും എത്ര ഇസ്രായേലി സൈനികർ മരിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യം നമ്പർ അവർ തരും. അവർ കുറയ്ക്കേ ഉള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ ഒരു നമ്പറേ ഇല്ലല്ലോ. ഇത് കൊല്ലപ്പെടുന്ന ആൾ കൊല്ലപ്പെടുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ അവിടെ പുറത്തു വന്നു. അത് ഗാസ സിറ്റി ഭാഗത്തു നിന്നാണ് അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നത്. അവർ തോക്കും പടക്കോപ്പൊക്കെ ആയിട്ട് അവിടെ വലിയ മാർച്ചും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അവർ മുഴുവൻ സിവിലിയൻ വേഷത്തിലാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആരായിട്ടാണ് കണക്കാക്കുക? സിവിലിയൻ ആയിട്ടാണോ അതോ ഹമാസ് കോമ്പാറ്റൻ്റ് ആയിട്ടാണോ? അപ്പോൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് വെടിവെക്കാൻ പോകുമ്പോൾ ഹമാസ് കൊമ്പാറ്റൻറ്റും ചത്ത് കഴിയുമ്പോൾ സിവിലിയനുമാകുന്നൊരു മഹാപ്രതിഭാസം. അതാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കണക്ക് വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, ഗതികേടില്ല. അത് തന്നെയാണ് അമനസ്റ്റിയുടെ പറയുന്നത്. അവർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പ്രശ്നമായിട്ട് അവർ തന്നെ ഉന്നയിക്കുകയാണ്. അതായത് ഇവിടെ കാണാം, വിത്ത് നോ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ഹൗ മെനി ഓഫ് ദോസ് വേർ ഫൈറ്റേഴ്സ് ആൻഡ് ഹൗ മെനി വേർ സിവിലിയൻസ്. ഇത് വേർതിരിക്കാൻ കഴിയാത്തൊരു പ്രശ്നമാണ് എന്നത് തന്നെയാണ് നമ്മളും പറയാറ്. അത് തന്നെയാണ് ആംനസ്റ്റിയും പറയുന്നത്. അതെങ്കിലും ഇനി ഒന്ന് മനസ്സിലാക്കുക. ഇനി ആരെങ്കിലും നമ്മളോട് നിങ്ങൾ അത് ഇസ്രായേൽ പറയുന്നോണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇല്ല, ആംനസ്റ്റി അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഓ അത് ശരി, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതെ, ഈ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഇതിൽ വരാൻ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ആരിഫാര് മുഹമ്മദ് നബിയോ? അതെ, അതുക്കും മേലെ. ഓക്കെ, അപ്പൊ അടുത്തത് ഡേറ്റ സെറ്റ് കൺസ്ട്രെയിൻസ്. ഇത് വേറെ ഒന്ന്. ഓക്കെ, അപ്പം ഇസ്രായേലിൽ നിന്നുള്ള നേരിട്ടുള്ള അവർക്ക് ആക്സസ് ഒന്നും കിട്ടിയില്ല. ഇസ്രായേൽ അത് ഡിനൈ ചെയ്തു. അപ്പൊ അവര് എന്ത് ചെയ്തു? കുറച്ച് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഇസ്രായേലി IDFന്റെ സോൾജേഴ്സിന്റെ 62 സോൾജർ വീഡിയോസും എടുത്തു. ഓക്കെ, എന്നിട്ട് അവരെന്താണ് പറയുന്നത്? അതാണ് ഇവിടെ എഴുതിയത്, ഇവിടെ സേമൻ എഴുതിയത്. ദ റിപ്പോർട്ട് അഡ്മിറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി എ സ്മോൾ പ്രൊപ്പോർഷൻ. അതായത് ഈ 62 ഈ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതിൽ നിന്ന് അവർ പിക്ക് ചെയ്തത് 62. എന്നിട്ട് അവരെന്നെ പറയാണ് ഇറ്റ്സ് ഓൺലി എ സ്മോൾ പ്രൊപ്പോർഷൻ ആൻഡ് that many other statements asserted the compliance with IHL, International Humanitarian Law, raising representativeness and selection questions. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ 62 എടുത്തു, അതൊരു ചെറിയ പ്രൊപ്പോർഷൻ ആണ് ബൈ ദ വേ. മാത്രമല്ല വേറെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവര് ലോ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് എടുത്താൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ അത് എടുക്കുന്നില്ല എന്ന ഒരു റിപ്പോർട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. They were acting or intending to act in accordance with the international law and they were not targeting Palestinian civilians in Gaza but rather Hamas and other Palestinian armed groups. പക്ഷെ ഒരു സ്മോൾ പ്രൊപ്പോർഷൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒക്കെ ചില സോൾജേഴ്സ് പിരിവട്ടിയ സോൾജേഴ്സ് ഉണ്ടാവല്ലോ, അവർ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ടാവാം. അപ്പൊ അവരത് മാത്രം എടുത്തു, അതന്നെ നമ്മൾ ചെയ്തതെന്ന് അവർ പറയുകയും ചെയ്യാം. അതാണ് അതിൽ വിറ്റ്. യെസ്, അത് ഇവിടെ നമ്മളൊരു കാര്യം പറയണം. ഇപ്പോൾ സോൾജേഴ്സ് അങ്ങനെ ഇറാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന സോൾജേഴ്സ് അത് എല്ലാ രാജ്യത്തും ഉണ്ട്, ഇസ്രായേൽ മാത്രമല്ല. നമ്മുടെ നാട്ടിലില്ലേ, നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നൊരു സംഗതിയാണ് അരുണാചൽ പ്രദേശിൽ, അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ അവിടെയുള്ള സിവിലിയൻസിനെ റേപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വലിയ പരാതികളാണ് ഉണ്ടായിരുന്നത്. കശ്മീരിലുണ്ടായിരുന്ന സോൾജേഴ്സ് പല ആളുകളെയും റേപ്പ് ചെയ്തു, അവരെ പലതും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് സ്വന്തം നാട്ടിലെ ആളുകൾ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പുറത്തെ പാകിസ്ഥാനികളെ പോയി ചെയ്തതോ അല്ലെങ്കിൽ വേറെ ബംഗ്ലാദേശികളെ പോയി ചെയ്തതോ അല്ല ഈ പറയുന്നത്. അപ്പോൾ ഇറാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ അത് കാണിക്കുന്ന സോൾജേഴ്സ് അത് നമ്മളുടെ മൊത്തം സൈന്യത്തെ റെപ്രസെൻറ്റ് ചെയ്യുമോ എന്നാണ് നമ്മൾ അന്ന് ചോദിച്ചിരുന്നത്. അതേ ചോദ്യം തന്നെയല്ലേ ഇവിടെയും വരിക. ഇസ്രായേലിൽ എത്ര സോൾജേഴ്സ് ഉണ്ട്? അതിനകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും IHL ഹ്യൂമാനിറ്റേറിയൻ ലോ പാലിച്ചാണ് മുന്നോട്ട് പോയത് എന്ന് ആംനസ്റ്റി തന്നെ പറയുമ്പോൾ അതിൽ വളരെ ചെറിയ പ്രൊപ്പോർഷൻ ആണെന്ന് ആംനസ്റ്റി തന്നെ പറയുന്ന സംഗതി അതെടുത്ത് വെച്ചിട്ട് അത് ഇസ്രായേലിൻ്റെ മൊത്തം സൈനികരും അങ്ങനെയാണ്, IDF മൊത്തം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് ആംനസ്റ്റി പറയുന്നതിന് പോലും വിരുദ്ധമല്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് എടുക്കേണ്ടത് ആ രീതിയിലല്ല. ഇതെടുക്കേണ്ടത് ഒരു രാജ്യം എന്ത് പോളിസി മുന്നോട്ട് വെക്കുന്നു, ഒരു സൈന്യം എന്താണ് അവരുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്, അതെടുത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനകത്ത് ഏതെങ്കിലും കിളിപോയ ടീംസ്, കിളി നോട്ട് ദ വേർഡ്, കിളിപോയ ടീം പറയുന്നത് നോക്കിയിട്ടല്ല നമ്മളൊരു കാര്യവും തീരുമാനിക്കുക, പറയുക എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോബ്ലം കഴിഞ്ഞു. മൂന്നാമത്തേലേക്ക് പോകാം.
ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് ഇവര് ഇന്റന്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണമല്ലോ ജനസൈഡ് ആക്കാൻ വേണ്ടി. അപ്പൊ അവര് ഇന്റന്റിന് വേണ്ടി എന്താണ് എടുക്കുന്നത്? കുറച്ച് റെട്ടറിക്സ് ഈ October 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താണ് പറയാ, രാജ്യത്തിന് ഏറ്റ ഒരു വലിയ ക്ഷതം. അതിനുശേഷം അവരുടെ പൊളിറ്റീഷ്യൻസ് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സ്പീച്ചസും മറ്റും നടത്തിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്പീച്ചസിലുള്ള ചില ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ട് അത് കാരണം ഇസ്രായേലിന് എല്ലാവരെയും പലസ്തീനിയൻസിനെയും വൈപ്പ് ഔട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ട് എന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇസ്രായേലിന്റെ പോളിസി ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ IDFന്റെ ചെയിൻ ഓഫ് കമാൻഡിലുള്ള അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സോ ഒന്നുമല്ല അനലൈസ് ചെയ്യുന്നത്. പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള, ചിലരൊന്നും അവരുടെ ഗവൺമെന്റിൽ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലുള്ള ആളുകൾ പോലും അല്ല. പക്ഷെ നെതന്യാഹു പിന്നെ വേറെ കുറച്ച് പേരൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ബേസിക്കലി അവർ നടത്തിയ പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവര് ഇന്റന്റ് ആയിട്ട് എടുക്കുന്നത്. എന്താ ആരിഫിന് ഇതിലെന്നെ പറയാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ. പിന്നെ വേറൊന്ന്, കോസേഷൻ ആൻഡ് ആട്രിബ്യൂഷൻ പ്രോബ്ലംസ്. ഈ ആളുകൾ മരിക്കുന്നതിന് മൾട്ടിപ്പിൾ കോസസ് ഉണ്ടാവാം. അതായത് ഈ അവർ കൊടുക്കുന്ന നമ്പേഴ്സ്, അതിലെല്ലാവരും ഇസ്രായേലി എയർ സ്ട്രൈക്സ് കൊണ്ട് മാത്രം മരിക്കുന്നതല്ല. ഇവര് ഹമാസ് തന്നെ വിടുന്ന മിസൈൽസ് ഒക്കെ തിരിഞ്ഞു പൊട്ടിയിട്ടൊക്കെ ആളുകൾ മരിക്കുന്നുണ്ട്. അത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പാലസ്തീനിയൻ ആംഡ് ഫോഴ്സസ് നടത്തിയ ചില ഒഫെൻസീവ് ആക്ഷൻസ് കാരണവും കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ടെങ്കിൽ കൂടി കാൽക്കുലേഷൻസ് നടത്തുമ്പോഴും ഫൈനൽ ആയിട്ട് അവരൊരു ജഡ്ജ്മെന്റ് നടത്തുമ്പോഴും അവർ അത് കൺവീനിയന്റ്ലി ഒമിറ്റ് ചെയ്യാണ് ദർ ആർ മൾട്ടിപ്പിൾ കോസസ് ഫോർ കാഷ്വാലിറ്റി എന്നുള്ളത്. പിന്നെ ഒരു കോമ്പാറ്റ് എൻവയൺമെന്റ്, ആക്റ്റീവ് വാർ സോണിലാണ് ഈ സാധനങ്ങളൊക്കെ അവര് ഡേറ്റ ഒക്കെ അവർ കളക്ട് ചെയ്യുന്നതെന്നുള്ള ചാലഞ്ചസ് വേറെ ഉണ്ട്. പിന്നെ ടെമ്പറൽ അനാലിസിസ് പ്രോബ്ലം, അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് വെള്ളിയാഴ്ച 12 മണിക്ക് അവിടെ എന്ത് സംഭവിച്ചു അങ്ങനെയല്ല ഇത് അന്വേഷിക്കേണ്ടത്. October 7 ശേഷം എങ്ങനെയാണ് ഇസ്രായേൽ ബിഹേവ് ചെയ്തത്, അവർക്ക് കൊടുത്ത ഫീഡ്ബാക്കിന് മുകളിൽ അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ എയ്ഡിന് തന്നെ അവർക്ക് പ്രഷർ വന്നപ്പോ അവരുടെ പോളിസീസ് ഒക്കെ മാറ്റിയിരുന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു ടൈം സ്കെയിൽ വെച്ചിട്ടാണ് അനാലിസിസ് നടത്തേണ്ടത്. അല്ലാണ്ട് ജസ്റ്റ് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചില സ്നാപ്ഷോട്ട്സ് എടുത്തിട്ട് എന്നിട്ട് അവർ എക്സ്ട്രാപോലേറ്റ് ചെയ്യാണ് ചെയ്തത്. അതാണ് ഇതിന്റെ അട്രിബ്യൂഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതെ, അത് ശരിക്കും ആ സെക്ഷനിലായിരുന്നു തോന്നുന്നു വരേണ്ടിയിരുന്നത്. എനിവേ, അപ്പൊ ഈ റെട്ടറിക്കിലേക്ക് നമുക്ക് പോവാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ നെതന്യാഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവര് എടുത്തിട്ടുള്ളത്. പക്ഷെ ഈ റിപ്പോർട്ടിൽ തന്നെ അത് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിന് ആദ്യം അവരൊരു പാരഗ്രാഫിൽ പറയും അവർ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്മെന്റ്, എന്നിട്ട് പറയും ഇത് ഇന്റന്റ് ആണ്. പക്ഷെ അതിന്റെ നെക്സ്റ്റ് പാരഗ്രാഫിൽ അവർ പറയും ഇറ്റ് ഈസ് അൺക്ലിയർ ഫ്രം ദീസ് സ്റ്റേറ്റ്മെന്റ്സ് അലോൺ ദാറ്റ് വെദർ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ഇന്റൻഡഡ് ടു ഓൺലി റെഫർ ടു ദ വേഴ്സസ് ഓഫ് ദ ബൈബിൾ. ഇത് ഞാൻ പറയാം. ഇത് അമലെക് എന്ന് പറഞ്ഞാൽ, ഇത് ആരിഫിന് ഇതിന്റെ ഹിസ്റ്ററി അറിയോ കുറച്ചും കൂടി? അമലെക് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ട്രൈബ് ഉണ്ട്. പണ്ട് മുതലേ ഇസ്രായേലിന്റെ ഒരു സ്ഥിര പെർപെച്വൽ എനിമി എന്ന് പറയുന്ന ഒരു ഇതാണ് അമലെക്സ് എന്ന് പറയുന്നത്. അപ്പം അവര് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവര് ആ ഒരു സാധനം ഉപയോഗിക്കും. ഇവർ അമലെക്സിന് മാതിരിയാണെന്ന്, അതായത് ഇവരോട് നമുക്ക് സന്ധിയില്ല. അപ്പൊ നെതന്യാഹു ഒരു പ്രസംഗം നടത്തി, എന്നിട്ട് പറഞ്ഞു പാലസ്തീനിലുള്ള ആളുകൾ അമലെക്സിനെ പോലെയാണ്, അവര് നമ്മുടെ പെർപെച്വൽ എനിമീസ് ആണെന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അമലെക്സിനെ ഓർമ്മയില്ലേ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. പക്ഷെ എന്താ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അമലെക്സിന് ഓർമ്മയില്ലേ എന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ അമലെക്സിന് ഓർമ്മയില്ലേ, അവരോട് നമ്മൾ ചെയ്തതുപോലെ അവരെ അറ്റാക്ക് ചെയ്യണം, അങ്ങനെ പല രീതിയിലും അത് ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ അതിൽ ലാസ്റ്റ് അവർ പറയുന്നത്, MSC പറയുന്നത്, അങ്ങനെയൊക്കെ അമലെക്സിനെ അവർ റെഫറൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് ക്ലിയർ ഫ്രം ദീസ് സ്റ്റേറ്റ്മെന്റ്സ് അലോൺ whether Prime Minister Netanyahu intended only to refer to the verses of the Bible that are an injunction to remember the acts of the people of Amalek, or also to allude to those passages and call for the people of Amalek to be attacked and for none of them, not even children, to be spared. അപ്പൊ അത് ക്ലിയർ അല്ല. അവരെ ജസ്റ്റ് റെഫർ ചെയ്താണോ അല്ലെങ്കിൽ അവരെ ചെയ്ത പോലെ ഇവരെയും ചെയ്യണം എന്ന് പറഞ്ഞു എന്ന് ക്ലിയർ അല്ല എന്നാണ് പറയുന്നത്. അതൊരു കാര്യം. പിന്നെ എസ്കേപ്പ് ഇനിയുണ്ട് കേട്ടോ. അതിന്റെ താഴത്തെ പാരഗ്രാഫില് പറയുന്നുണ്ട്
മിഡ് ജാനുവരി 2024 പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ക്ലാരിഫൈഡ് എന്ത് a description of the utterly evil actions perpetrated by the genocidal terrorists of Hamas on October 7th. അമലെക്സ് എന്ന് ഉദ്ദേശിച്ചത് ഹമാസിനെയാണ്, അല്ലാതെ മൊത്തം എന്ന നെതന്യാഹു ക്ലാരിഫൈയും ചെയ്തിട്ടുണ്ട്. അത് അവർ തന്നെ പറയുന്നുണ്ട്, അമ്നസ്റ്റി തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ എടുത്തിട്ട് അവര് ഇന്റന്റ് ആണെന്ന് പറയുന്നുമുണ്ട്. അതാണ് അതിന്റെ ഐറണി. പിന്നെ ഇത് വായിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത് സ്പൂഫാണോന്ന്. കാരണം ഈ സെക്ഷന്റെ ഹെഡിങ് മാത്രം വായിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സെക്ഷന്റെ ഹെഡിങ് ആണ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ദർ ആർ നോ അൺഇൻവോൾവ്ഡ് സിവിലിയൻസ്. അപ്പൊ നമ്മൾ ഹെഡിങ് മാത്രം വായിച്ചാൽ എന്ത് വിചാരിക്കാം, ഇസ്രായേലിലെ എന്താണ് പ്രസിഡന്റ് ഹെർസോഗ് പറഞ്ഞു അൺഇൻവോൾവ് സിവിലിയൻസ് ആരില്ല, എല്ലാരും നമ്മള് തട്ടണം, തീർന്നു, ജനസൈഡ് ആയില്ലേ, ഖലാസ് ഖത്തം ബൈ ബൈ അല്ലേ. പക്ഷെ കുറച്ചും കൂടി വായിച്ചാല് എന്താ പറയുന്നത് ആ പാരഗ്രാഫിൽ തന്നെ, there are many innocent Palestinians who don't agree with Hamas actions. ഇയാൾ തന്നെ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഹെഡിങ് വലിയ വെണ്ടക്ക അക്ഷരത്തിൽ there are no uninvolved civilians എന്ന് ഹെർസോഗ് പറഞ്ഞു എന്നും പറയുന്നുണ്ട്. എന്താ ഇപ്പൊ ഇതിനെ പറയാ എനിക്കറിയില്ല. ആംനസ്റ്റി ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് ഏതോ കാക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പോക്ക്. ശരിക്കും എനിക്ക് സംശയം തന്നെയാണ്. അല്ല, ഈ റിപ്പോർട്ട് വന്നപ്പോ ഇസ്രായേലിലെ അമ്നസ്റ്റി ഇതിനെ തള്ളി, അതാണ് അതിലെ ഏറ്റവും വലിയ തമാശ. അതുണ്ട് അത് വരുന്നത്. അതെ, അത് പറയുന്നുണ്ടോ? ഉണ്ട്, പറയണല്ലോ. അതെ, അതാണല്ലോ ഇതിലെ മറ്റൊരു ഹൈലൈറ്റ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ലേശം വിഷയത്തിൽ നിന്ന് തന്നെ മാറിയ കുഴപ്പമുണ്ടോ? പിടിച്ചിരിക്കട്ടെ, പറഞ്ഞോ, ഇനി പറഞ്ഞോ. അപ്പം ഹെഡിങ് മാത്രം വായിക്കുന്നവര് അപ്പൊ ഞാൻ ഈയിടെ കാണാനിടയായി എന്ത്, പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഹമാസ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിച്ചത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അറിഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എല്ലാരും ഞെട്ടി. അല്ല, ഇത് വേറൊരു ടീം, വേറെ കിളിമലയാളിയാണ്. അവരെന്താണ് അവരെ പറ്റുന്ന എനിക്ക് അറിയില്ല, അന്വേഷിക്കാം. അപ്പൊ അവര് പറഞ്ഞു. അപ്പൊ ഞാൻ കൊള്ളാലോ ഇത് ഹമാസ് ആക്സെപ്റ്റ് ചെയ്ത് എല്ലാം, യുദ്ധം കഴിയല്ലോ അപ്പൊ. അപ്പൊ എന്നെ പോലെ തന്നെ പലർക്കും സംശയമുണ്ട് ഇതെപ്പ ആക്സെപ്റ്റ് ചെയ്ത്. അപ്പൊ പലരും അതിനെ തെളിവ് ചോദിച്ചു. അപ്പം എന്തുണ്ടായി, അപ്പൊ അവരൊരു ന്യൂസ് കൊണ്ടുവന്നു. ദ ഹിന്ദു, ഹമാസ് വുഡ് ലേ ഡൗൺ വെപ്പൺസ് ഇഫ് എ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഇസ് ഇംപ്ലിമെന്റഡ്, സേസ് ഗ്രൂപ്പ്സ് ഒഫീഷ്യൽ. ആഹാ, അടിപൊളി, ബാപ്പുവാം അല്ലേ. അപ്പൊ നമ്മള് ജസ്റ്റ് ഫോർ ഹൊറർ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഫോർ ഹൊറർ. അപ്പൊ എന്താ ഇത് റിപ്പോർട്ട് താഴോട്ട് വായിക്കുമ്പോ, over the years Hamas has sometimes moderated its public position with respect to the possibility of a Palestinian state alongside Israel, but its political program still officially rejects any alternative to the full liberation of Palestine from the river to the sea, referring to the area reaching from Jordan River to the Mediterranean Sea, which includes lands that now make up Israel. Al-Hayat did not say whether his apparent embrace of the 2-state solution would amount to an end to the Palestinian conflict with Israel or an interim step, takia, towards the group's stated goals of destroying Israel. ഇതേ ലിങ്കിലുള്ള കേട്ടോ, ഞാൻ തമാശ പറയല്ല, അവരുടെ ലിങ്കിലുള്ള വേറൊരു ലിങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലും അവർ ഇറാനിയൻ ലെബനീസ് ഓർ സംതിങ് അവരൊരു ഇതിനുള്ളതാണ്. അതിലും അവർ പറയുന്നുണ്ട് ആ സെയിം ലിങ്ക് തന്നെ. അത് അവര് അംഗീകരിച്ചിട്ടില്ല. അവര് പുറമെ അങ്ങനെ പറയും, പുറമെ പലതും അവര് പറയും. അത് യാസർ അറാഫത്തൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടില്ല പലതും അതുപോലെ തന്നെ. അപ്പം അതാണ് ഹെഡിങ് മാത്രം വായിക്കുന്നവർക്ക് പറയാനുള്ളത്. അല്ല, അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് തലക്കെട്ട് മതി, അതാണ്. താഴേക്ക് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയാം. പക്ഷെ അവര് കൊടുത്ത ലിങ്ക് ഇനി സത്യമാണെന്ന് വിശ്വസിച്ച് 2 സ്റ്റേറ്റ് ഹമാസ് അംഗീകരിച്ചു അങ്ങനെയുള്ളവരോടും, അങ്ങനെയുള്ള മീൻസ് സയന്റിഫിക് ടെമ്പർ ഉള്ള ആളുകൾ ആ ലിങ്ക് ഒന്ന് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. തുറന്നു വായിക്കാം, മുഴുവൻ വായിക്കാം. ഓക്കെ, ഇനി പ്രോബ്ലം നമ്പർ 4. അപ്പൊ ഇതുവരെ ഉള്ളതെന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യാം, ഉറങ്ങിപ്പോയവരുണ്ടെങ്കിൽ. അല്ലെ, ആദ്യം തന്നെ ജനസൈഡ് ഇല്ല. ഓക്കെ, ജനസൈഡ് റീഇന്റർപ്രിറ്റ് ചെയ്തു. പല മെത്തഡോളജിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്റന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന സ്റ്റേറ്റ്മെന്റ്സ് മൊത്തം വായിച്ചാൽ ഇന്റന്റ് ഈസ് ആംബിഗ്വസ്. എത്രയെങ്കിലും നമ്മൾ പറയണല്ലോ ആംബിഗ്വസ്, അത്രയെങ്കിലും
ഇന്റന്റ് നെഗറ്റീവ് ആണെന്നേ പ്രൂവ് ചെയ്യാൻ പറയുള്ളൂ. പറ്റും. കാരണം നെഗറ്റീവ് മെനി ഇന്നസെന്റ് പാലസ്തീനിയൻസ് ഉണ്ടെന്ന് വരെ പറയുന്നുണ്ട്. അതായത് അതായത് ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരാൾ മോശക്കാരനാണെന്ന് നമുക്ക് സ്ഥാപിക്കണം. ഓക്കെ, നമ്മൾ എന്താ എടുത്തുകൊണ്ട് വരിക അതിന് വേണ്ടിയിട്ടുള്ള തെളിവായിട്ട്? ഒരു തരത്തിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു സാധനമല്ലേ നമ്മൾ എടുത്തുകൊണ്ട് വരിക? അത് ശരിയാ അല്ലേ? ഇവിടെ എന്താ എടുത്തുകൊണ്ട് വന്നത്? ഇവിടെ എടുത്തുകൊണ്ട് വന്ന സാധനം മുഴുവൻ ആംബിഗ്വസ് ആണ്. എന്നിട്ട് അവർ തന്നെ ക്ലാരിഫൈ ചെയ്യാണ് ഇതിന് ഇങ്ങനെ ഒരു ഇൻറ്റൻറ്റ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ സത്യത്തിൽ അയാൾ നല്ലൊരു മനുഷ്യനാണെന്നല്ലേ ഇവിടെ വരുന്നത് സത്യത്തിൽ. അതന്നെയാണ് ഈ പട്ടിണി ചിത്രങ്ങളിലും വരുന്നത്. കാരണം നിങ്ങൾക്ക് പട്ടിണി ഉണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കേസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല? പറ്റിയല്ലോ, Same. അതല്ല അവർ ചിത്രം വിട്ടത്. നിങ്ങൾ അതെ, ഇസ്രായേലിന്റെ ഹോസ്റ്റേജ് ജ്യൂസിന്റെ ആ ഹോസ്റ്റേഴ്സിന്റെ ചിത്രം ഇടുക. കാരണം അല്ലാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പട്ടിണിക്കോലത്തെ തപ്പിയെടുക്കാൻ കഴിയില്ല ഗാസയിൽ. അതാണ് അവിടുത്തെ കഥ. അപ്പോൾ സ്റ്റാർവേഷൻ്റെ ക്ലിയർ ഇമേജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് അവിടുത്തെ ഹോസ്റ്റേജിൻ്റെ ഇമേജ് മാത്രമേ കിട്ടൂ. അല്ലാതെ ഒരു ഗാസക്കാരനും ആ രീതിയിൽ പട്ടിണി കിടക്കുന്നില്ല. പിന്നെ ഇന്റന്റ്, അപ്പൊ നിങ്ങൾ പറയും ഇന്റന്റ്, ഇത് വീണ്ടും പറയണം, അപ്പൊ ഇന്റന്റ് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റൂലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. അത് ടഫാണ് അത് പ്രൂവ് ചെയ്യുന്നത്, ഇന്റന്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതാണ് ജനസൈഡ്, ക്രൈം ഓഫ് ക്രൈംസ് എന്നാണ് ജനസൈഡിന്റെ പേര് തന്നെ. ചുമ്മാ ജനസൈഡ് അല്ല, ഇറ്റ്സ് നോട്ട് ഈസി ടു പ്രൂവ്. അതാണ് അതിന്റെ, അതുകൊണ്ടാണ് അത് ജനസൈഡ് എന്ന് പറയുന്നത്. പ്രൂവ് ചെയ്താൽ അത് അച്ചട്ടാണ്. അതുകൊണ്ടാണ് ഹിറ്റ്ലറെ നമ്മൾ ഇന്നും ആ രീതിയിൽ കാണുന്നു. അതല്ലെങ്കിൽ അതുപോലെ പല രീതിയിലും ഇത് ചെയ്ത ആളുകൾ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഇത് തന്നെയാണ് ആരിഫിന്റെ റിപ്പോർട്ടിൽ ആരിഫ് ദ ഹമാസ് അനാലിസിസ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം ഇതില് നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഒന്നെന്ന് പറഞ്ഞാല് ഇസ്രായേൽ ഒരു ഭാഗത്തുണ്ട്, ഹമാസ് ഒരു ഭാഗത്തുണ്ട്. പക്ഷെ ഈ റിപ്പോർട്ടില് മൊത്തം ഇസ്രായേൽ, നമുക്ക് വേണമെങ്കിൽ പറയാം ഇസ്രായേലിന്റെ ആക്ഷൻസ് പരിശോധിക്കുന്ന ഒരു റിപ്പോർട്ട് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഹമാസിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞൂടെ? മാത്രമല്ല, അതായത് ഈ ഹോൾ ഇഷ്യൂവിൽ ജനസൈഡൽ ഒക്കറൻസസ് അല്ലെങ്കിൽ ജനസൈഡൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇൻസിഡൻസ് അതുണ്ടോ എന്നാണല്ലോ ഇതിൽ നോക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവർ 15 തപ്പിയെടുത്തത്. അതെ. അപ്പോൾ പിന്നെ ആ എണ്ണുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും എണ്ണേണ്ട സാധനമാണല്ലോ ഒക്ടോബർ 7. അതാ ഞാൻ ചോദിക്കുന്നത്. അവിടെ അത് അവർ വിട്ടുപോയി. അപ്പം മൊത്തത്തിലൊരു അസിമെട്രി ഉണ്ട്. ഇസ്രായേലിനെ എങ്ങനെ പരിശോധിക്കുന്നു, ഹമാസിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിൽ മൊത്തത്തിൽ അസിമെട്രി ഉണ്ട്. പിന്നെ ജനസൈഡൽ ഇന്റന്റ് ഇസ്രായേലിന് ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ഹമാസിന് അത് ഉണ്ടോ എന്നതും ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ നമുക്കത് നോക്കാം. ചില ഉദാഹരണങ്ങൾ. ഹമാസ് പറഞ്ഞത് അവരുടെ 1988 കോവനന്റ്, ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അൺടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ്. ഇനി ഇത് തിരുത്തിന്നൊന്നും പറഞ്ഞു വരണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞു അത് ജസ്റ്റ് കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് തിരുത്തുന്നതാണ്. അത് തന്നെയാണ് അവരെ ഇന്റന്റ്, ജസ്റ്റ് നേരത്തെ തന്നെ കാണിച്ചു നമ്മള്. പിന്നെ അത് മാത്രല്ല, ഹമാസ് ഒഫീഷ്യൽ പറഞ്ഞത് ഗാസിയ ഹമാദ് ഒക്ടോബർ 7 വീണ്ടും ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ജനസൈഡ് അല്ലേ. കാരണം എന്താണ് ജനസൈഡ്? ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് അവരെ വധിക്കുകയോ അവർക്ക് ഫിസിക്കൽ ഓർ മെന്റൽ ഹാം ഉണ്ടാക്കുകയോ ചെയ്യാൻ വേണ്ടി ഇന്റന്റോട് കൂടി ഇന്റന്റ്, ഇവിടെ ഡോക്യുമെന്റഡ് ഇന്റന്റ് ഉണ്ട്. അവരത് ചെയ്തതിനുള്ള തെളിവ് ഒക്ടോബർ 7 ഉണ്ട്. അപ്പൊ അത് ജനസൈഡ് അല്ലേ എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നിഷ്കുകളായി നമ്മൾക്ക് തോന്നും ഇത് ജനസൈഡ് അല്ലേ എന്ന് നമുക്ക് തോന്നും. അപ്പൊ അമ്നസ്റ്റി എന്ത് പറഞ്ഞു? അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷിക്കും. അതാണ് പറഞ്ഞത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, Amnesty's detailed findings about the crimes perpetrated by Hamas and other Palestinian armed groups in the context of their attacks on Israel on 7th October are the focus of a forthcoming publication. ഇത് കുറെ കൊല്ലങ്ങളായി. അപ്പൊ ഗ്രാമം കൊതിക്കുകയാണ് ഈ റിപ്പോർട്ട് എന്നാണ് വരിക, അത് ജനസൈഡ് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പൊ ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ഷോർട്ട് കമ്മിങ് ഇതാണ്. അതായത് ജനസൈഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം,
അതിൽ തെറ്റൊന്നും നമ്മൾ പറയുന്നില്ല, ചെയ്യണം. കൺക്ലൂഷൻ ഇവർ നടത്തുമ്പോൾ എന്തിലാണ് നമുക്ക് കൺക്ലൂഷൻ നടത്താൻ കഴിയുക? ഇവർ തന്നെ ഇതിനകത്ത് രണ്ടും പറയുന്നു, ഈ ഒക്ടോബർ 7 കാര്യം. പക്ഷേ അത് ഫോർത്ത് കമ്മിങ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട്. അതായത് അത് ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. അത് ഓൾറെഡി ഒരു എന്താ പറയുക, കംപ്ലീറ്റഡ് ഒരു മിഷനായിട്ടാണ് ഹമാസ് പോലും പറഞ്ഞു വെക്കുന്നത്. അതേസമയം ഇപ്പോൾ അവിടെ ഇസ്രായേൽ IDF നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ്. അപ്പോൾ ഓൺ ഗോയിങ് ഒരു സാധനം, അതിൽ തന്നെ റിവിഷൻസും കൺസിഡറേഷൻസും ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ ഇടപെട്ടുകൊണ്ട് ജമ്പിങ് ദ ഗൺ അവിടെ നടത്തി അവിടെ ജനോസൈഡ് ഉണ്ടെന്നോ ഇല്ലയെന്നോ പറയേണ്ട കാര്യമില്ല. അതിന് സമയമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അന്വേഷണമൊക്കെ നടത്തിക്കോളൂ, വാർ ക്രൈം അന്വേഷണമൊക്കെ നടക്കണം, അതിനൊന്നും നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ കൺക്ലൂഷനാണ് പറഞ്ഞു വെക്കുന്നത്, ജനസൈഡ് ഉണ്ട് എന്നുള്ളത്. അതേസമയം ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന, അതിൻ്റെ ഈവൻ ടെമ്പറൽ ആയിട്ടുള്ള കോറിലേഷൻ പോലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ഒക്ടോബർ 7 അത് ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നും കൂടി വരുന്നിടത്താണ് ഈ റിപ്പോർട്ട് കംപ്ലീറ്റ്ലി അട്ടേർലി സെലക്റ്റീവായി മാറുന്നു. യെസ്, അമ്പേ പരാജയം മാറുന്ന അവിടെയാണ്. അതെ, അതവിടെ അന്വേഷിക്കാൻ 5 മിനിറ്റിൽ അവർക്ക് കിട്ടും അതൊരു ജനസൈഡ് ആണെന്ന്. 296 പേജ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് പറയൂലേ, പച്ചയ്ക്ക് പറഞ്ഞ ഒക്ടോബർ 7 ജനസൈഡ് ആണെന്ന് പറയാൻ അംനസ്റ്റിയുടെ പിടുക്ക് പറയും. അത് നമ്മളെ ചില കാക്കാമാരൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ അവര് പുസ്തകം വായിക്കൂല, എന്നിട്ട് ജസ്റ്റ് അതേതാ എത്തുന്ന നമ്മളോട് തന്നെ ചോദിക്കും. കാരണം അവർക്കറിയാം അത് തന്നെ അവർ അന്വേഷിക്കാൻ പോയാല് അവർക്ക് പേടിയാണ് അത് വായിക്കാൻ വേണ്ടി. അതുപോലെ ഇനി കുറച്ച് 1-2 സാധനങ്ങൾ ക്രിട്ടിക്കൽ അനാലിസിസിൽ ഇല്ലാത്ത 1-2 സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ ആരിഫ്. എന്റെ വക 2 ഭാവങ്ങൾ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇതൊരു ഫസ്റ്റ് ലൈൻ ഓഫ് ദ റിപ്പോർട്ട്. ഐ എം നോട്ട് കിഡിങ്. ഓക്കെ, ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ റിപ്പോർട്ട്. On 7th October 2023, Israel embarked on a military offensive. Just for horror. അപ്പൊ ഞാൻ നോക്കി, അല്ലെ ഹമാസ് എവിടെ? നമ്മളെ തിലകൻ ഹമാസ് എവിടെ ഇതിൽ? ആ മൊത്തം പേജില്, ഐ എം നോട്ട് കിഡിങ്, യു കൻ ഗോ റീഡ് ദ റിപ്പോർട്ട്. ആ മൊത്തം പേജില് ഹമാസ് ഇല്ല. നെക്സ്റ്റ് പേജിലാണ് വരുന്നത്, ബൈ ദ വേ ഒക്ടോബർ 7 അവർ അറ്റാക്ക് നടത്തിയിരുന്നു എന്ന് പറയുന്നത്. ജസ്റ്റ് സെറ്റിംഗ് ദ ടോൺ. ഒക്ടോബർ 7 ഹമാസ് നടത്തിയിരുന്നു എന്ന് അല്ല, ഇസ്രായേൽ എംബാർക്ക്ഡ് ഓൺ എ മിലിറ്ററി ഒഫൻസീവ്. അല്ല, അതാ ഞാൻ പറയുന്നത്. ഈ മൊത്തം ഇത് ഫസ്റ്റ് ലൈൻ ഓഫ് ദ റിപ്പോർട്ട് തുടങ്ങുന്നത് ഓൺ ഒക്ടോബർ 7 ഇസ്രായേൽ എംബാർക്ക്ഡ് ഓൺ എ മിലിറ്ററി ഒഫൻസീവ്. ആ മൊത്തം പേജില് ഹമാസിന്റെ ഇതേ ഇല്ല. നെക്സ്റ്റ് പേജിൽ അവർ പറയുന്നത് ബൈ ദ വേ ഹമാസ് നടത്തിയിരുന്നു കേട്ടോ ഒക്ടോബർ 7 അതിന്റെ റിട്ടാലിയേഷൻ ആയിട്ടാണ് ഇത് അവർ എംബാർക്ക് ചെയ്തത്. നെക്സ്റ്റ് പേജിൽ പറയുന്നുണ്ട്. സോ ജസ്റ്റ് സി, അവർക്കത് ആ പേജിൽ പോലും എഴുതാനുള്ള അവര് പെണ്ണെടുക്കാൻ, എന്നിട്ട് പെണ്ണങ്ങോട്ട് നീങ്ങണില്ല അത് എഴുതാൻ വേണ്ടിയിട്ട്. എന്താ അതിന് പറയാ? അതിങ്ങനെ ഒരു മെന്റാലിറ്റിക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല ആരിഫ്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് ഫാക്റ്റ് അല്ല, ഇത് നമ്മൾ എടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ബിക്കോസ് ഇതിൽ വളരെ കൃത്യമാണ്. ഇത് പച്ച നുണയല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഒക്ടോബർ 7 എവിടെയാണ് ഇസ്രായേൽ മിലിറ്ററി ഒഫൻസീവ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഓൺ 7th October 2023 ഇസ്രായേൽ എംബാർക്ക്ഡ് ഓൺ എ മിലിറ്ററി ഒഫൻസീവ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേൽ ചുമ്മാ നേരം വെളുത്തപ്പോൾ എന്നാൽ നമുക്ക് ഒന്ന് അറ്റാക്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ലല്ലോ ഇത്. അവിടെ ഗാസയിൽ നിന്നും ഈ ഹമാസ് തീവ്രവാദികൾ നടത്തിയ തീവ്രവാദ ആക്രമണം 1200-ൽ പരം ആളുകളെ കൊന്നു തള്ളുന്നു. 300-ഓളം ആളുകൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു, ഹോസ്റ്റേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നു. ആ സംഗതിക്ക് ശേഷമാണ് സത്യത്തിൽ ഇസ്രായേൽ അവിടെ യുദ്ധത്തിന് ഇറങ്ങുന്നത്. അതിൽ തന്നെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരുന്നത് ഒക്ടോബർ 8 അപ്പോൾ അങ്ങനെ ഉണ്ടായൊരു സാധനത്തെയാണ് ഒക്ടോബർ 7 ഒരു ഒഫൻസീവ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവിടെ തന്നെ ഈ പറയുന്ന ആംനസ്റ്റിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഇതുപോലെയുള്ള തെറ്റിദ്ധരിപ്പിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ നടത്തി വെക്കുന്നത്. അതാണ് ഇതിലെ പ്രധാന പ്രശ്നം. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു തമാശ ഇതിലുണ്ട്. ആ തമാശ എന്നൊക്കെ പറഞ്ഞാൽ ചിലവര് നോവായിരിക്കും, പക്ഷെ എന്ത് ചെയ്യാനാ, തമാശക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരുടെ റിപ്പോർട്ടില് പല ഇൻസ്റ്റൻസിലും ഇവർക്ക് പല ന്യൂസുകളും ഫാക്ട്സും സൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവര് സൈറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഇവരെ തന്നെ. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു പേജിൽ ഒരു 3 സ്ഥലത്ത് ആംനസ്റ്റി ഇന്റർനാഷണൽ സൈറ്റ്സ് ആംനസ്റ്റി ഇന്റർനാഷണൽ സർക്കുലർ റെഫറൻസ്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ആരിഫ്? And so that means there is no independent source corroborating whatever they are mentioning എന്നല്ലേ വരിക? അതായത് ഇപ്പോൾ
ഒരു ന്യൂസാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഇതിനകത്ത് നമ്മൾ റെഫറൻസ് കൊടുക്കും, പക്ഷേ അത് നമ്മൾ കൊടുക്കണം എന്താണ്, നമ്മളുടെ ഏർലിയർ സ്റ്റഡിയിൽ നമ്മളിങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ സ്റ്റഡിയിൽ അതിൻ്റെ കാര്യങ്ങൾ വേറെ പറയും. ഇതാണ് അവിടെ നമ്മൾ ചെയ്യുക. അപ്പോഴും ഇനി പുതിയതായിട്ടൊരു സാധനം അതിൻ്റെ വേറൊരു കോണ്ടെക്സ്റ്റാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഓൺ റെഫറൻസ് അല്ല നമ്മൾ ഉപയോഗിക്കാം. അതിന് സെപ്പറേറ്റ് അതിൻ്റെ ഒറിജിനൽ റെഫറൻസ് തന്നെ നമ്മൾ എടുക്കണം. അതാണ് അതിൻ്റെ വഴി. ഇവിടെ ഈ സർക്കുലർ റെഫറൻസിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നം ഇതുപോലെയുള്ള സാധനം, അതായത് ഇപ്പോൾ ഇവർ ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനം, അതായത് October 7 ഇസ്രായേൽ ഒഫൻസീവ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനി വേറെ എവിടെയെങ്കിലും അവർക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ള തെളിവായിട്ട് അവർ ഈ ഒരു സാധനം കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെ അതാണ് ഇതിൽ ഉണ്ടാവുന്ന ഒരു എറർ എന്ന് പറയുന്നത്. അതാണ്. അതെ, ഓക്കെ. പിന്നെ ഇനി ആംനസ്റ്റിയിൽ എന്നുള്ള ചില ഡിസെന്റുകളും കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് ആംനസ്റ്റി ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആംനസ്റ്റിന്റെ ഇസ്രായേൽ ബ്രാഞ്ച് അവർ ഈ റിപ്പോർട്ടിൽ നിന്ന് പബ്ലിക്ലി ഡിസ്റ്റൻസ് ദംസെൽസ്. അവർ പറഞ്ഞു ഈ രക്തത്തിൽ നമുക്ക് പങ്കില്ല, ഈ റിപ്പോർട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല. എന്നിട്ട് ഇത് വാൾ സ്ട്രീറ്റ് ജേർണലിലുള്ള ന്യൂസ് ആണ്. എന്നിട്ട് അവർ പറഞ്ഞത് ദിസ് ഇസ് നോട്ട് ടിപ്പിക്കൽ ഓഫ് അതർ ആംനസ്റ്റി ഇന്റർനാഷണൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് മോട്ടിവേറ്റഡ് ബൈ എ ഡിസയർ ടു സപ്പോർട്ട് എ പോപ്പുലർ നെറേറ്റീവ് among Amnesty International's target audience. ഇതന്നെയാണ് പല ന്യൂസ് ഔട്ട്ലെറ്റ്സിനും സംഭവിക്കുന്നത്. നിങ്ങൾ ആലോചിക്കൂ, എന്തുകൊണ്ടാണ് പലരും ഇങ്ങനെ നിഷ്കുകളായിട്ട് പറയും എന്തിനായിരിക്കും ന്യൂയോർക്ക് ടൈംസും BBC ഒക്കെ അങ്ങനെ കള്ളത്തരം എഴുതിയിരുന്നത്? കാരണം ദേ ആർ ഓൾ ബിസിനസ്സസ് അല്ലേ? പത്രം ആയതുകൊണ്ട് അവരിങ്ങനെ സാമൂഹിക സേവനം നടത്തുന്നതല്ല. പ്രത്യേകിച്ച് പത്രങ്ങളും മീഡിയ ഒക്കെ ഇപ്പോൾ വളരെ മോശം സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദേ ഹാവ് എ ടാർഗറ്റ് ഓഡിയൻസ്, ദേ ഹാവ് ടു കേറ്റർ ടു ദിയർ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ അവർ അങ്ങനെയുള്ള പോപ്പുലർ നെറേറ്റീവ് അവരുടെ ഓഡിയൻസിന്റെ ഇടയിൽ അങ്ങനെ ആവുമ്പോൾ അവർ അത്തരത്തിലുള്ള വാർത്തകൾ വിടും. അത് തന്നെ ആംനസ്റ്റി ചെയ്തതെന്നാണ് ആംനസ്റ്റിയിൽ തന്നെ ഇസ്രായേലിലുള്ള ബ്രാഞ്ച് പറഞ്ഞത്. പക്ഷെ എന്തുണ്ടായി, അതിന് കുറച്ച് സമയത്തിന് ശേഷം അവരൊക്കെ ടെർമിനേറ്റ് ചെയ്തു. എങ്ങനെ? അവരൊക്കെ പെട്ടെന്ന് റേസിസ്റ്റ് ആണെന്ന് കണ്ടുപിടിക്കുകയും ആംനസ്റ്റി ഇന്റർനാഷണൽ ഇസ്രായേൽ വിഭാഗത്തെ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. പെട്ടെന്ന് അവരൊക്കെ അങ്ങോട്ട് റേസിസ്റ്റ് ആവുകയുണ്ടായത്. പിന്നെ ആംനസ്റ്റിന്റെ പോൾ ഒബ്രയൻ, ആംനസ്റ്റിന്റെ പ്രസിഡന്റ്, അയാള് മുന്നേ US വന്നിട്ട് USA ഡയറക്ടർ അവര് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഷുഡന്റ് എക്സിസ്റ്റ് ആസ് എ ജൂയിഷ് സ്റ്റേറ്റ്. ഓക്കെ, അടിപൊളിയല്ലേ? അപ്പൊ എന്നിട്ട് US ജ്യൂസ് തന്നെ പറഞ്ഞു എന്നിട്ട് ഇത് നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ആംനസ്റ്റി റിപ്പോർട്ട് ഇസ് എ പ്രൊപ്പഗാൻഡ കൺകോക്റ്റഡ് ടു ഹോൾഡ് ഇസ്രായേൽ ടു എ ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് ഡിനൈ ജൂയിഷ് പീപ്പിൾ ഓഫ് ദ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. ഈ റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ എന്താണെന്നൊക്കെ അതൊക്കെ വേറെ ഡിബേറ്റ് ആണ്. അതിലേക്കൊന്നും നമ്മൾ ഈ പ്രസന്റേഷനിൽ പോകുന്നില്ല. ഓക്കെ, പക്ഷെ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. പോകുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ഞാൻ എടുക്കുന്നത് അഭിലാഷ് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ചരിത്രത്തെ പഠിക്കൂ, പക്ഷെ ചരിത്രത്തെ പഠിക്കുമ്പോൾ വർത്തമാനകാലത്തിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് വേണം നമ്മൾ പറയാൻ. വർത്തമാനകാലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. കൂടുതലായി പരാമർശിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ വിപുലമായി അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ചരിത്രം നിശ്ചയമായും നമുക്ക് ചർച്ച ചെയ്ത് പോവേണ്ടതുണ്ട്. പക്ഷേ അത് വർത്തമാനത്തിൽ നിന്നിട്ടാവണം എന്ന് മാത്രം. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാം. അല്ലാതെ അതിൻ്റെ ചരിത്രത്തെ നിങ്ങൾ നെഗേറ്റ് ചെയ്യുക, അത് വേറെ കഥയാണ്, അത് ഇതാണ് മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞാൽ അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ നിങ്ങൾക്ക് ചരിത്രത്തിലേക്ക് പോയിട്ടൊരു കാര്യം തിരുത്താൻ കഴിയില്ല. ഇന്നത്തെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് അഭിലാഷ് പറഞ്ഞാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ചരിത്രം നിശ്ചയമായും നമുക്ക് ചർച്ച ചെയ്ത് പോവേണ്ടതുണ്ട്. പക്ഷേ അത് വർത്തമാനത്തിൽ നിന്നിട്ടാവണം എന്ന് മാത്രം. അപ്പം ഇതിൽ ചിലർ വന്നിട്ട് പറയും അതേ ഇസ്രായേൽ എക്സിസ്റ്റ് ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, ഇസ്രായേൽ ഷുഡിൻ എക്സിസ്റ്റ് ആസ് എ ജൂയിഷ് സ്റ്റേറ്റ് എന്നല്ലേ പറഞ്ഞത്, അതിലെന്താ കുഴപ്പം, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കണവരോട് ഇതന്നെ ഇതേ ന്യൂസിലുള്ളതാണ്. ഹി ഹാസ് എവിഡന്റ്ലി മെയ്ഡ് നോ സച്ച് കമന്റ്സ് അബൌട്ട് 23 countries that declare Islam is their state religion. അപ്പൊ ചിലർ ഇത് ജൂയിഷ് സ്റ്റേറ്റ്, ചിലത് ഇസ്ലാമിക് സ്റ്റേറ്റ്. അപ്പൊ അവിടെ എവിടെ ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് അതന്നെ നമ്മൾ പറയുന്നത്. വേറെ എവിടെയും ജനസൈഡ് എന്ന് ഹ്യൂ ആൻഡ് ക്രൈ നടത്താത്ത ആംനസ്റ്റിക്ക് ഇവിടെ മാത്രം എന്തുകൊണ്ട് ജനസൈഡ് ഉണ്ടെന്ന് പറയേണ്ടി വരുന്നു? എന്തുകൊണ്ട് ഹമാസ് ജനസൈഡ് ചെയ്തു എന്ന് അവർ പറയാതെ ഇരിക്കുന്നു?
അത്രേ നമ്മൾ ഈ ചോദിക്കണം. പറയുന്ന ഡെഫിനിഷൻ സ്ക്യൂ ചെയ്യാതെ തന്നെ പറയാൻ പറ്റുന്ന സ്ഥലങ്ങളും സംഭവങ്ങളും ജനോസൈഡും ഉണ്ടായിരിക്കെ ഇത് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഡെഫിനിഷൻ വരെ സ്വന്തമായിട്ട് കൈ നിട്ടിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? അതെ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിഷ്പക്ഷമതികളായിട്ടുള്ള കാണികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റിപ്പോർട്ട് ഒരു ബയസും ഇല്ലാതെ വായിക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഇതേ കൺക്ലൂഷനിൽ തന്നെ, നിങ്ങൾ ഫാക്ട്സ് മാത്രം അന്വേഷിച്ചാൽ തന്നെ ഇതേ കൺക്ലൂഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ആംനസ്റ്റി റീഇന്റർപ്രറ്റഡ് ദ ഡെഫിനിഷൻ. ദർ വർ സീരിയസ് മെത്തഡോളജിക്കൽ ഫ്ലോസ്. They amplified the rhetoric of certain political figures and they had a predetermined framing. അവർക്ക് അങ്ങനെ ആവണം എന്നുള്ളൊരു അവർക്കൊരു മോട്ടീവ് ഉണ്ട്. ദേ ഹാഡ് ദാറ്റ് പ്രീഡിറ്റർമൈൻഡ് ഫ്രെയിമിങ്. അവർ തന്നെ ഇസ്രായേൽ ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ആണെന്ന് ആംനസ്റ്റി 2022 അവരുടെ വേറൊരു റിപ്പോർട്ടും ഉണ്ട്, ബൈ ദ വേ. Then they are conducting double standards. അതായത് ഹമാസിനെയും ഇവരെയും ഡബിൾ സ്റ്റാൻഡേർഡ്സിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. And they have an anti-Israel bias. We just saw the president say that, right? O'Brien. പിന്നെ ഈ മൊത്തം റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഇതൊരു പ്രസംഗം, ഇതൊരു അഡ്വക്കസി. ഇത് നമുക്ക് ഇത്രയും ആൾക്കാർ മരിക്കുന്നുണ്ട്, അയ്യോ വലിയ കഷ്ടായി, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അംനസ്റ്റിയുടെ ആവശ്യമില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടമാനം ആൾക്കാർ പറയുന്നുണ്ട്. നമ്മൾ അതിൽ ആ ലെവലിലേക്ക് നിങ്ങൾ ചുരുങ്ങാതിരിക്കുക. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ അംനസ്റ്റി അല്ലേ, കുറച്ചൊക്കെ ബഹുമാനം നിങ്ങള് ഒന്നുമില്ലെങ്കിൽ അല്ലേ. So it's not an investigative report, it's an advocacy statement and they themselves said നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല കാര്യം, അവർക്ക് വിഷമമുണ്ട്, ബട്ട് don't call it genocide, don't say lies, അല്ലെ? പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഇതൊക്കെ അവർ ചെയ്ത ആംനസ്റ്റി എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അതിന്റെ അപകടം എവിടെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റേ ഭാഗത്തുള്ള ഹമാസിന്റെ നെറേറ്റീവിനെയാണ് അത് സ്ട്രെങ്തൻ ചെയ്യുന്നത്. നിങ്ങൾ ആംനസ്റ്റിയും അതുപോലുള്ള പല രാജ്യങ്ങളും ഇപ്പൊ പാലസ്തീനെ അംഗീകരിക്കാൻ വേണ്ടി പുറപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. അതിലൂടെയൊക്കെ ഹമാസിന്റെ നെറേറ്റീവ് ആണ് കൂടുതൽ എംബോൾഡൻ ആവുന്നത്. ഹമാസിന്റെ നെറേറ്റീവ് എന്താണ്? വി ആർ പെർപെച്വൽ വിക്ടിംസ് ആൻഡ് വാട്ട് എവർ വി ഡു ഇസ് ലെജിറ്റ് ബിക്കോസ് ഇസ്രായേൽ ഇസ് ആൻ ഓപ്രസർ, സോ വി ഗെറ്റ് എ ഫ്രീ പാസ്, അല്ലെ? അതാണ് അവരുടെ നെറേറ്റീവ്. എന്നിട്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ കൂടുതൽ യങ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഒഴുകുന്നതൊക്കെ ഈ നെറേറ്റീവ് അവർ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പറയുന്നതോട് കൊണ്ടുകൂടിയാണ്. അപ്പൊ ആംനസ്റ്റി പോലുള്ള ഒരു സംഘടന ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കെയർലെസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ they will use it, of course they will use it, and this legitimizes Hamas. ആംനസ്റ്റി മാത്രമല്ല, ഇങ്ങനെ റിവാർഡ്സ് their terrorism. അതന്നെയാണ് ഈ പാലസ്തീനൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നതിലൂടെയും ഫാമിൻ ഇല്ലാതെ ഫാമിൻ ഉണ്ടെന്ന് പറയുന്നതിലൂടെയൊക്കെ നിങ്ങൾ അറിയാതെ ചെയ്യുന്നത് ഇതാണ്. നമ്മളിൽ മിക്കവരും ഹമാസ് സപ്പോർട്ടേഴ്സ് ഒക്കെ ഇപ്പൊ ഉണ്ട് കേട്ടോ, അവരെ പറ്റി എനിക്കൊന്നും പറയാനില്ല. പക്ഷെ മിക്കവരും ഹമാസിനെ അംഗീകരിക്കുന്നില്ല. പാലസ്തീനിയൻ ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നവരാണല്ലോ ഭൂരിഭാഗവും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർ പോലും ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ളത് ഹമാസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപകരിക്കുള്ളൂ എന്ന് പറയാണ്. ആരിഫ് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനം കൂടി കാണിക്കാണ്ട് അതിന്റെ മുന്നേ അപ്പൊ എന്താണ് ഹമാസ് നെറേറ്റീവ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. إسرائيل دولة لا مقام لها على أرضنا، إحنا الدولة لابد أن نزيلها لأنه بالفعل هي تعتبر كارثة أمنية وعسكرية وسياسية للأمة العربية والإسلامية، يجب أن تنتهي. لذلك إحنا لا نخجل من نقول ذلك بكل قوة، إنه إسرائيل لازم نأدبها، وحنأدبها مرة ثانية وثالثة، ومش هذا حتكون طوفان الأقصى أول مرة، لا حتكون ثانية وثالثة ورابعة، لأنه إحنا لدينا إصرار ولدينا قرار ولدينا إمكانيات أن نقاتل ونحارب. لكن كما قلت لك بدنا ندفع ثمن. نعم إحنا مستعدين، معلش بدي أقول لك بشكل واضح، إحنا اسمنا شعب الشهداء ونفخر أن نقدم شهداء. إحنا لا نريد أن نمس لا بالمدنيين ولا أن نلحق الأذى بهم، لكن أوقات لأنه في تعقيدات في الميدان صارت في منطقة موجودة، وكان هناك في احتفال وكان في سكان وفي منطقة واسعة ليست سهلة على امتداد تقريبا 40 كيلومتر. يجب أن ننتهي. أن ينتهي وين؟ بقطاع غزة؟ ينتهي إلى لا، بتكلم عنه كل أراضي فلسطين، كل الأراضي الفلسطينية، يعني زوال طبعا. إسرائيل. طبعا وجود إسرائيل غير منطقي
وجود إسرائيل هو اللي بخلق كل هذه الآلام والعذابات والدموع والدماء. هي إسرائيل مش إحنا ضحية الاحتلال، نقطة وآخر السطر. لذلك ما حدا يلومنا، إحنا شو اللي بنعمله في 7 أكتوبر، في 10 أكتوبر، في مليون أكتوبر، إحنا اللي بنعمله مبرر. It is justified, مبررة. It is justified. ഹമാസ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിച്ചതല്ലേ ഇപ്പൊ നമ്മൾ കേട്ടത്? അതെ അതെ അതെ, അത് അറബി പറഞ്ഞേ ഉള്ളൂ. അത് ഫുൾ സ്ക്രീൻ ആക്കണായിരുന്നു, അതിന്റെ സബ് ടൈറ്റിൽ കാണാൻ പറ്റുമോ? അതൊക്കെ കാണുന്നത്, അതൊക്കെ അവർ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും കണ്ടോളും. ഇതൊക്കെ വീഡിയോ ഇവിടെ ഉള്ളതാ. ഇപ്പൊ ഇത് പറയുമ്പോൾ അവർ പറയും, ഓ ഇത് ഇപ്പൊ ഏതോ إسرائيل دولة لا مقام لها على أرضنا. ഇത് പറയുമ്പോൾ ഇപ്പൊ അവർ പറയും ഇതിപ്പോ ഹമാസിന്റെ ഏതെങ്കിലും ഒരു വേട്ടാവളിയെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. ഇത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഇസ്രായേലിലെ ഏതെങ്കിലും വേട്ടാവളിയന്മാർ മറ്റേ പാലസ്തീനിയൻസിന് എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞതിന് ഇസ്രായേൽ എന്ത് പഠിച്ചു? അതിൻ്റെ ആവശ്യമില്ല. ഇസ്രായേൽ ഹാസ് ദ റൈറ്റ് ടു എക്സിസ്റ്റ്, സെൽഫ് ഡിറ്റർമിനേഷൻ. അതിൻ്റെ പേരിൽ നിങ്ങൾ സയനിസം എന്താണെന്ന് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് സയനിസം ഒരു തെറ്റാണെന്ന്. ഇറ്റ്സ് നോട്ട് എൻ ഓക്യുപ്പേഷൻ. അത് അവരുടെ ആ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ, അതിൻ്റെ ആ ഒരു റൈറ്റ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഓൾസോ എ സയനിസ്റ്റ്. അത് ആ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ഐ എം എ സയനിസ്റ്റ്. ആ അർത്ഥത്തിൽ ഞാൻ സയനിസ്റ്റ് തന്നെയാണ്. ഇസ്രായേലിന് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെതിരെ നടത്തുന്ന ഏതൊരു അതിക്രമവും ടെററും അത് നമ്മൾ അപലപിക്കും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ അപലപിക്കും. ആ ടെററിസ്റ്റുകളെ നമ്മൾ അപലപിക്കണം. അതിന് കൂട്ടുനിൽക്കുന്ന ആളുകൾ, അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, അവരെ നമ്മൾ അപലപിക്കും. അതിന് വേണ്ടിയിട്ട് വിക്ടിം കാർഡ് ഇറക്കുമ്പോൾ അതിൽ പെട്ടുപോയിക്കൊണ്ട് അതിൻ്റെ നറേറ്റീവ്സ് പുഷ് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ അപലപിക്കും. ഇതുപോലെ ആംനസ്റ്റി പോലെയൊക്കെയുള്ള ക്രെഡിബിളായിട്ട് ആണ് നിൽക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഓർഗനൈസേഷൻസ്, അവർ ഇതിനകത്ത് ഇതിൻ്റെ ടൂൾസായിട്ട് മാറുന്നത് കാണുമ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും, അപലപിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എനിക്ക് തോന്നുന്നു യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും അവസാനമായിട്ട് അതിൽ? ഇല്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് വായിക്കാം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കൺക്ലൂഷനിലെത്തുക. നമ്മൾ പറയണത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളത് വായിക്കാന്നേ പറയാനുള്ളൂ. ഇനി ഒരു കാര്യം കൂടി വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾക്ക് അത്രയും മടിയാണ് ഇതൊക്കെ വായിക്കാനെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്ലൂ അല്ലെങ്കിൽ ഒരു എളുപ്പവഴി, ചാറ്റ് ജി പി ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഇതുപോലെയുള്ള AI ടൂൾസ്. ചാറ്റ് ജി പി ടി ആണ് കുറച്ചും കൂടി അക്കാര്യത്തിൽ മെച്ചം. കാരണം എത്ര പേജ് ഉണ്ടെങ്കിലും അത് വായിച്ചോളും. മറ്റേതിനൊക്കെ ലിമിറ്റ്സ് ഉണ്ട് വായിക്കുന്നതിന്. അപ്പോൾ നിങ്ങൾ ഈ PDF ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ചാറ്റ് ജി പി ടിയിൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അതിന് സമ്മറൈസ് ചെയ്ത് തരാൻ പറയാം. കോപ്പാലേറ്റിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേർഡ് ബൈ വേർഡ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് എന്തൊക്കെയാണ് ഓരോ പാരഗ്രാഫിൽ പറയുന്നത് എന്ന് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. നോട്ട്ബുക്ക് എല്ലാം അങ്ങനെ കണ്ടൊരു സാധനം ഉണ്ടല്ലോ നമ്മളുടെ ഗൂഗിളിൻ്റെ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഇതേപോലെ വളരെ, അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ആൻസർ മോഡിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റിനെ നിങ്ങൾക്കൊരു നിങ്ങൾ പാഠപുസ്തകമൊക്കെ പഠിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് ആക്കിത്തരും. അപ്പോൾ എത്ര പേജ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട, ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് ആക്കിത്തരും. ഇങ്ങനെ പല വഴികളുണ്ട്. അല്ലാതെ ഇത് കണ്ണും മഞ്ഞളിച്ച് ഇങ്ങനെ നിൽക്കാതെ ഇത് ആരെങ്കിലും ഇറക്കി തരട്ടെ, ഏതെങ്കിലും വോക്കുകൾ കൊണ്ട് തരട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ ഹമാസോളികൾ കൊണ്ട് തരട്ടെ, അപ്പോൾ വിഴുങ്ങാം എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അവർ പറ്റിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ മറ്റൊരു വശമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ പോയി അന്വേഷിക്കുക, നിങ്ങൾ പോയി വെരിഫൈ ചെയ്യുക. നമ്മൾ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, കമൻറ്റിലിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ റിപ്ലൈ ആയിട്ട് ചെയ്യാം, എഴുതി പബ്ലിഷ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. തിരുത്താൻ നമ്മൾ തയ്യാറൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ്, എവിടെയാണ് തിരുത്ത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയുക. അല്ലാതെ വെറുതെ മനുഷ്യനാണോടാ താൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വഴിക്ക് വന്നാൽ ആ വഴിക്ക് തിരിച്ചു പൊക്കോളുക. കാരണം അത് നമ്മൾ എടുക്കില്ല. അത്യാവശ്യം മനുഷ്യനല്ലാത്ത ആളുകൾ തന്നെയാണ് നമ്മൾ എന്ന് തന്നെയാണ് കൂട്ടുക. ചില കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുക. അവിടെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ മിണ്ടാണ്ടിരുന്നിട്ട് ഇതുപോലെ തീവ്രവാദത്തിന് വിറകൊള്ളിയാവുന്ന അവസ്ഥ അത് നമ്മൾ അനുവദിക്കില്ല. അതാവാൻ നമുക്ക് സൗകര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചെയ്യും. ഇവിടെ ഹമാസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒക്ടോബർ 7-ന് ശേഷമുള്ള വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുക വേണം എന്നുള്ളതാണ്. അത് ഇവിടെ പറയുന്നില്ല, ആംനസ്റ്റി പോലും പറയുന്നില്ല. ഇനി IPCയുടെ കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഇതേപോലെ പറയാനിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ പണിയും നമുക്ക് നമ്മുടെ പിങ്കിയെ നമുക്ക് ഏൽപ്പിക്കാം. പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് കുറച്ചുകൂടി എളുപ്പമാണ്, ഇത് ഇത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റി. വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. വളരെ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു എതിരഭിപ്രായം പറയാൻ പറ്റുമോ? അതായത് അല്ല, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചാറ്റ് GPT ആണെന്ന് ഉപയോഗിക്കരുത്. എന്താ കാര്യം? നിങ്ങൾ പറയുന്നത് ജനസൈഡ് ഈസ് എ ക്രൈം ഓഫ് ക്രൈംസ്, അങ്ങനെയുള്ള ഒരു ലൂസ് സ്റ്റേറ്റ്മെന്റ് റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ 296 പേജുള്ള റിപ്പോർട്ട് വായിക്കാതെ നിങ്ങൾ വരരുത്. അപ്പൊ നിങ്ങൾ ജനസൈഡ് ഉണ്ട്, അമ്നസ്റ്റി അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാലേ ഞാൻ ചോദിക്കും നിങ്ങളെ റിപ്പോർട്ട് വായിച്ചോ
എന്നേ ഞാൻ ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് വായിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ജനസൈഡ് ഉണ്ടാവാൻ അറിയില്ല എന്നേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. ജനസൈഡ് ഉണ്ടെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവണം. ചാറ്റ്ജിപിടിക്ക് കൊടുത്തിട്ടൊന്നും വരരുത്. ചാറ്റ്ജിപിടി പലതും ഒപ്പിക്കും. നിങ്ങളുടെ മുന്നിലുള്ള എന്താണ് ബിഹേവിയറും അതിന്റെ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ വേറെ ഇതൊക്കെ തരും. ചാറ്റ്ജിപിടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുക. അതിലേക്കുള്ള ഡിബേറ്റ്സിലൊന്നും വരാതിരിക്കുക. എനിക്കത് പറയാനുള്ളത്. സോറി, ഞാൻ കുറച്ച് ചൂടായി. ശരി, എന്നാലും ഞാനിപ്പോൾ ഒന്നുകൂടി ഒരു ചെറിയൊരു വഴി ഒരു ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. അതായത് ഇപ്പം നമ്മളിതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇത് ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം സ്ക്രീൻഷോട്ട് എടുക്കുക. അവിടെ കാണിച്ചല്ലോ പ്രോബ്ലംസ് ഇൻ ദ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു സാധനം കാണിച്ചു. നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ PDF അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആണോ ഇതിനകത്ത് എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിനകത്ത് കിട്ടും. അല്ല, അതിൽ ഞാൻ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ സ്ലൈഡിൽ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം മടിയന്മാരുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് നോക്കുക, അതെങ്കിലും വായിക്കാം. മടിയന്മാരുണ്ട്, മടിയന്മാരേ ഉള്ളൂ. ഇത് നമ്മൾ ഈ ജോലിയുടെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഇരുന്നിട്ട് ഇത് വായിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മളവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിങ്കി ഇത് വളരെ മികച്ച നല്ലൊരു ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അതിൽ നിന്ന് ആണ് മാറി നിന്നിട്ട് ഇത് ചെയ്യേണ്ടി വരുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഹൂറികളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷേ ഒരു സമൂഹത്തിൽ ഒരു വലിയ തോതിൽ ആളുകളെ പറ്റിക്കുകയാണ് ജനോസൈഡ് എന്നും പറഞ്ഞിട്ട്. അത് കേട്ട് വിശ്വസിച്ചൊരു കുറേ മൊണ്ണകൾ അവിടെ തലയും കുത്തി നിൽക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ പറയും അത് നമ്മളത് ഡിബങ്ക് ചെയ്യുക എന്നുള്ളൊരു സോൾ ഉദ്ദേശം. അതിൽ വോക്കുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ കുത്തിത്തിരിപ്പ് അതിനെ പിടിച്ച് കെട്ടിയേ പറ്റുള്ളൂ. വോക്കുകൾ അങ്ങനെ അഴിച്ചു വിട്ടാൽ ശരിയാവില്ല. അവരുണ്ടാക്കുന്ന ഈ വോക്കുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മളുടെ ഈ ക്രോണിക് ബാച്ചിലർ ഒരു സിനിമയിൽ ഒരു സീനുണ്ടല്ലോ, ഇടികൂടുന്നത്. നമ്മളുടെ ഹരിശ്രീ അശോകനും ഇന്നസെൻറ്റും കൂടിയിട്ട് ഇടികൂടുമ്പോൾ അതിൻ്റെ താഴെ ഇരുന്നിട്ട് ഹരിശ്രീ അശോകൻ്റെ പാൻറ് വലിച്ചു ഉരിയുന്ന ഒരു സീനുണ്ട്, ഒരു കള്ളുകുടിയൻ. ആ കള്ളുകുടിയൻ്റെ റോളാണ് സത്യത്തിൽ ഇവിടുത്തെ വോക്കുകൾ. അവരെ ഡോണ്ട് ഈവൻ ഡിസേർവ് ആൻ അറ്റൻഷൻ. അതാണ് അവരുടെ കഥ. കാരണം അവർ ഈ വിഷയത്തിൻ്റെ ബ്രോക്കേഴ്സായിട്ട് വന്നുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ ലെജിറ്റിമൈസ് ചെയ്യുന്ന റോളിലാണ് സത്യത്തിൽ ഇവിടുത്തെ വോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ നമുക്കറിയാം, വിഷയം എന്താണെന്ന് അറിയാം, അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നവർക്കും ഈ വിഷയത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് നിന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെയും പ്രശ്നത്തെയും നിങ്ങൾ വെള്ളം കോരി ഒഴിക്കുന്ന ആളുകളായിട്ടാണ് വോക്കുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരല്ല നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ഒതുങ്ങിയാൽ, അവർ ആ പ്രശ്നത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ വോക്കുകൾക്ക് പിന്നെ എക്സിസ്റ്റൻസ് ഇല്ല. അവരുടെ മനുഷ്യത്വം സ്ഥാപിക്കാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടി പിന്നെ അവർ നെട്ടോട്ടം ഓടേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പൊക്കി പിടിച്ചിട്ടല്ലാതെ അവർക്ക് മനുഷ്യനാണെന്ന് തെളിയിക്കാൻ വേറൊരു വഴിയില്ല. അതാണ് അതിൻ്റെ കഥ, അവരുടെ ഗതികേട് അതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള കുറുക്ക് വഴികൾ, മനുഷ്യനാണ് എന്ന് തെളിയിക്കാനുള്ള കുറുക്ക് വഴികൾ തേടി നിങ്ങൾ നടന്നു, അത് നമ്മുടെ പ്രശ്നമല്ല. നമുക്കങ്ങനെ മനുഷ്യനാണ് എന്ന് തെളിയിക്കേണ്ട ഗതികേടൊന്നും നമുക്കില്ല. മനുഷ്യനാണ് ആയതുകൊണ്ടാണല്ലോ നമ്മളിത് ചിന്തിക്കുന്നത്. പിന്നെ അതാണെന്ന് തെളിയിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളത് ചിന്തിക്കേണ്ടി വരുന്നത്. നമുക്കങ്ങനെ ഒരു ക്രൈസിസ് ഇല്ല. നമുക്ക് ചിന്ത ഉണ്ട്, ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ഉള്ളതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? നമ്മൾ മനുഷ്യനാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഈ പോക്കരുത്തരമൊക്കെ അത് നിങ്ങൾ തുടർന്നോളൂ. നമ്മൾ ചെയ്യാനുള്ളത് നമ്മളും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും അപ്പോൾ അടുത്ത പരിപാടിയിൽ നമുക്ക് വീണ്ടും കാണാം. യെസ്. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യല. വെയിറ്റ് പോലെ ചീരണി കഴിച്ചിട്ട് പോവാം. ബിരിഞ്ചി കോഴി ബിരിയാണി. ശരി, ഒരു സെക്കൻഡ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.